എൻ്റെ പേര് ഷീല ദേവസി. ഞാൻ കാലടി മാണിക്യമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകളുടെ മകൻ മിലൻ ജോൺ. മിലന് കിട്ടിയ ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തെപ്പറ്റി പറയുവാനാണ്, സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2 മാസം മുമ്പ് ഈ കുഞ്ഞിൻ്റെ കൈ ഡോറിൻ്റെ ഇടയിൽ പോയി. ഒരു വിരലിൽ മുറിഞ്ഞ് താഴെ വീണുപോയി. ഒരു വിരൽ 70% മുറിഞ്ഞു. ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു. ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ക്രഷായി പോയത് കൊണ്ട് ഇതിന് തിരിച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റില്ല. കൈ ബാക്കി കൂടെ മുറിച്ച് കളഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പോൾ ഇത് സംഭവിച്ചത് 8:30-ക്കാണ്. പിറ്റേ ദിവസം രാവിലെ 6:30 ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ആ വരാന്തയിൽ നിന്ന് മുട്ടയിൽ നിന്ന് കൈ വിരിച്ച്, കൃപാസനം മാതാവേ, എൻ്റെ കുഞ്ഞിനൊരു ഡിഫക്റ്റും വരുത്തല്ലേ, പൂർണ്ണമായി എൻ്റെ കുഞ്ഞിൻ്റെ കൈവിരലുകൾ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൈ മുറിഞ്ഞത് ചേർത്ത് വെക്കാൻ പാകാത്ത വിധം ക്രഷായി പോയിരുന്നു. അപ്പോൾ എൻ്റെ മകൾ, ഇവൻ്റെ അമ്മ ഒരു ഡോക്ടറാണ്. അവളുടെ പ്രൊഫസറിനെ കൊണ്ട് അവൾ വിളിപ്പിച്ചു. ഡോക്ടറിനെ ഒത്തിരി പേരെ കൊണ്ട് സപ്പോർട്ട് വിളിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞു, ആ ക്രഷായി പോയ ഭാഗം തിരിച്ചു വെക്കാൻ പറ്റത്തില്ല, ഗ്രാഫ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ. അത് ഒരു 50% തന്നെ പ്രതീക്ഷയെ നമുക്ക് ഉള്ളൂ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് ഡോക്ടർ ആ മുറിഞ്ഞു പോയ ഭാഗം തന്നെ ശരിയാക്കി തിരിച്ചു വെച്ച് കഴിഞ്ഞ് നെയിൽ ബെഡ്, നഖം വരുന്ന ഭാഗം ഒരിക്കലും തിരിച്ച് അങ്ങനെ ക്രഷായി പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ നെയിൽ ബെഡ് ഡോക്ടർ പറഞ്ഞു, ഞാൻ അതും ആ ക്രഷായ ഭാഗത്തുനിന്ന് തിരഞ്ഞെടുത്ത് ഞാൻ തിരിച്ച് റീഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താകുമെന്ന് പറയാം. നെയിൽ അങ്ങനെ തിരിച്ച് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. 5 മാസത്തിനുള്ളിൽ അങ്ങനെ നെയിൽ വരുമോയെന്ന് 5 മാസമൊക്കെ കഴിയണം, നെയിൽ വരാൻ സാധ്യതയില്ല, വന്നാലും എന്ന് പറഞ്ഞു. പ്രാർത്ഥന ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഞാൻ അമ്മയുടെ എണ്ണയും തേക്കും ഉപ്പും പുരട്ടും. 2014-10-2021 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാൻ പൂജാവസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ എനിക്ക് ഈ 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ടതായത്, 14ാമത്തെ പ്രാവശ്യം പുതുക്കേണ്ടതായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൈ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞിരുന്നു. എന്നും പറയും. ഒരാഴ്ച മുമ്പ് ഞാൻ അവൻ്റെ നഖം വരാതായപ്പോൾ, അമ്മേ, സ്വർഗാരോഹണ തിരുനാളായല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ നഖം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ നഖമുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു. എൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ കൈവിരലിൻ്റെ നഖം പകുതിയും വന്നിരിക്കുന്നു. ഈ വിരലാണ് പൂർണ്ണമായി, ഈ വിരൽ ഒരു ഡിഫക്റ്റുമില്ലാതെ സൗഖ്യപ്പെട്ടു. അതെനിക്ക് എല്ലാവരും പ്രശസ്തനായ ഡോക്ടറുണ്ടായിരുന്നു. ഒത്തിരി എല്ലാ മെഡിസിൻസും ഉണ്ടായിരുന്നു. അമ്മ ഡോക്ടറാണ്. എന്നാലും മാതാവിൻ്റെ, ഈശോനാഥൻ്റെയും ഒരനുഗ്രഹമില്ലാതെ ഇത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം പോയതാണ്. ഇത് ഡോക്ടറല്ല, ലേപനാഭിഷേകങ്ങളുമല്ല, ഇതിവിടുത്തെ കരുണ കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു കിട്ടിയതാണ്. പിന്നെ ഇവന് എപ്പോഴും പനി വരുമായിരുന്നു. ആദ്യമൊക്കെ 1 മാസത്തിൽ 1 പ്രാവശ്യം പനിക്കും. അങ്ങനെയായി പിന്നെ അത് 1 മാസത്തിൽ 3 പ്രാവശ്യം പനിക്കും. ആ പനി അമ്മയോട് പറഞ്ഞു. അമ്മയുടെ വിശുദ്ധ എണ്ണയും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവന് പനി വന്നിട്ട് 6 മാസമായി. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഫുഡുണ്ടാക്കി ഞാനും ഇവനും കൂടെ പോയി സ്ട്രീറ്റിലുള്ള ആൾക്കാർക്ക് ബഗേഴ്സൊക്കെ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കും. പത്രം വാങ്ങി ചെന്നൈയിൽ, തമിഴ് പത്രം വാങ്ങി ചെന്നൈയിലും, ഇംഗ്ലീഷ് പത്രം വാങ്ങി ഷില്ലോങ്ങിൽ ഓരോരുത്തരുടെ അഡ്രസ്സ് വെച്ച് അയച്ചു കൊടുക്കും. കുർബാനയ്ക്ക് ചെന്നൈയിൽ എല്ലാ ദിവസവും എനിക്ക് പോകാൻ സാധിക്കില്ല.
എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ല. ചെന്നൈയിൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല. എല്ലാ സൺഡേയിലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകും, കുമ്പസാരിക്കും, ബൈബിൾ വായിക്കും. ആദ്യമൊക്കെ ഞാൻ അരമണിക്കൂർ നേരം ഭയങ്കര ഹാർഡ്ലിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ വലിയ ഒരു ആവേശമാണ്. ബൈബിൾ വായിച്ചാൽ എത്ര വായിച്ചാലും എനിക്ക് മതിയാകാത്ത വണ്ണം വലിയ ഒരു ആവേശത്തിലാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. എൻ്റെ ജീവിതം എന്നെ ഒത്തിരി വിശദീകരിച്ചു ഈ ഉടമ്പടി. ഇതിങ്ങനെ വന്നത് തന്നെ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് എന്നും എൻ്റെ മനസ്സിൽ തോന്നിക്കാറുണ്ട്. സാധാരണക്കാരായ ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ ആ പോകുന്ന സമയത്ത് ഒരു 3-4 ദിവസം 5 ദിവസമൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ തുടർച്ചയായി ഞാൻ ഇപ്പോൾ 4 വർഷമായി തമ്പുരാൻ്റെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതെല്ലാം എനിക്ക് ഈ ഉടമ്പടിയിലൂടെയാണ് കിട്ടിയത്. ഈ പദ്ധതി ഇത് നമ്മൾ ഈ സാധാരണക്കാരിൽ എത്തിച്ച ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഷീല ദേവസിയുടെ പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടി ഒരു പ്രത്യേക ജീവിത പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെയാണ് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നതും ഈശോയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുന്നുവെന്ന് നാം ഈ സാക്ഷ്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരെല്ലാം ഒരു വലിയ ആഴമായ വിശ്വാസത്തിൽ ആഴമായ ഈശോയുടെ സ്പർശനം ഏറ്റുകൊണ്ടാണ് തിരിച്ചു പോകുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധാമ്മ നമുക്ക് ഈ ഉടമ്പടി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫിലൂടെ തന്നിരിക്കുന്നത് തന്നെ ഒരു പുതിയ കാൽവയ്പോടുകൂടിയാണ്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ നിങ്ങൾക്കായി നൽകുമെന്ന് ഉള്ള ഒരു വലിയ വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതമാനങ്ങളെല്ലാം ഇന്നൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്കെല്ലാം തന്നെ പുതിയ പുതിയ ആശയങ്ങളും ഈശോയെ സ്നേഹിക്കുവാനുള്ള പുതിയ പുതിയ പദ്ധതികളും ഒക്കെ ആയിട്ടാണ് ഓരോരുത്തരും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരുപാട് പുതിയ മാനങ്ങൾ, പുതിയ പദ്ധതികളായിട്ടാണ് ഓരോരുത്തരും ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം ദൈവാനുഭവം ഓരോരുത്തരും അനുഭവിക്കുന്നത് പ്രത്യേക രീതിയിലാണ്, പ്രത്യേക വിധത്തിലാണെന്ന് ഓരോരുത്തരും ഏറ്റുപറയുന്നു. മിലന് കിട്ടിയ ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണ് ഇപ്പോൾ നാം കേട്ടത്. മിലൻ്റെ കൈവിരലിൻ്റെ ആ നഖം ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഈ മകൻ നമുക്ക് ആ വിരൽ നഖത്തോടുകൂടി നമ്മെ എടുത്തു കാണിച്ച് നമ്മെ കാണിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നൂറ്റാണ്ടുകൾക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന അതേ അത്ഭുതം തന്നെ ഇന്ന് ഈ നമ്മുടെ അൾത്താരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കാരണം കാനായിൽ വെച്ച് തുടങ്ങിയ ഈശോയുടെ അത്ഭുതം ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. നമുക്കെപ്പോഴും പ്രത്യക്ഷത്തിൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ മകനെക്കുറിച്ച് വീണ്ടും സാക്ഷ്യപ്പെടുത്താനുള്ളത്, ഇവന് എന്നും എപ്പോഴും പനി വരുമായിരുന്നു. 6 മാസമായിട്ട് അവനെ വിശുദ്ധ വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനെ പനി വിട്ടുമാറി. ഈശോ പത്രോസിൻ്റെ അമ്മായിമ്മയെ കാണാൻ ചെന്നപ്പോൾ അവളെ പനി വിട്ടുമാറി. ഇപ്പോൾ പിന്നീട് അവൾ ഉടനെ തന്നെ അവളെ എണീറ്റ് ഈശോയെ ശുശ്രൂഷിച്ചു എന്നാണ് വചനം പറയുന്നത്. നമുക്ക് ഓരോ സൗഖ്യങ്ങളും ഈശോയെ ശുശ്രൂഷിക്കുവാനും ആഴമായി സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ജീവിതാനുഭവം മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ വിഷമിക്കുന്ന, വേദനിക്കുന്ന, ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ നിയോഗത്തോടെ ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈശോ ഈ അൾത്താരയിൽ നമുക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് ആദ്യമേ തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് രാജമ്മ. ഞാൻ ആലപ്പുഴ ജില്ല നൂറിനാട് നിന്ന് വരുന്നു. എന്നെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ അരികിൽ എന്നെ ചേർത്ത് നിർത്തിയതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ഒരു വീൽചെയറിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ശരീരത്തിൽ 14 രോഗവും 6 ഓപ്പറേഷനുമായിട്ടാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ കടന്നു വരുന്നത്. ഞാൻ ട്രെയിനകത്ത് കിടന്നാണ് ഞാനിവിടെ വന്നത്. അടൂർ ആശുപത്രി വെച്ച് വീൽചെയറിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പത്രം കിട്ടി. ഒരു മകൾ കൊണ്ടുവന്ന് എനിക്കൊരു പത്രവും തന്ന്, അമ്മയുടെ ഒരു കാശുരൂപവും തന്ന്, ഒരു ടിൻ ഉപ്പും തന്ന്, എൻ്റെ നെറ്റിൽ ഒരു ശകലം ഉടമ്പടി തൈലവും കുരിശു വരച്ച് തന്ന്.
അങ്ങനെ ഞാൻ വീച്ചെറിയലിരുന്ന് അവിടുന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആ പത്രം വെച്ച് എൻ്റെ ശരീരത്തിൽ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയെ എനിക്ക് കിട്ടി. ഞാൻ കരയുമായിരുന്നു, അമ്മയെ എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, അമ്മയുടെ മണ്ണിലാണ്, ഞാൻ എങ്ങനെ എത്തും, ഒരു പത്രമെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ചു തരണമെന്ന് ഞാൻ അമ്മയുടെ മുട്ടിപ്പായി കരഞ്ഞു. എൻ്റെ അരികിൽ എൻ്റെ കാൽക്കൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ അരികിൽ കൊണ്ടു തന്ന പത്രവും കാശിരവും ഉപ്പും തൈലവും എല്ലാം എനിക്ക് തന്നു എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വീടിന് പുറത്തിറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നെ കിടത്തിയായിരുന്നു തിരുവനന്തപുരം വരെ കാറിനകത്ത് കിടത്തിക്കൊണ്ട ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ ഏത് നിമിഷവും ഓടി വരാനുള്ള ആരോഗ്യം എനിക്ക് തന്നത് ഈ മരിയൻ ഒറ്റ ഒരു ഉടമ്പടിയിലൂടെ മാത്രമാണ്. എൻ്റെ യേശുവപ്പൻ്റെ തിരുരക്തം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നിൽക്കുന്നതിന് കാരണം. അങ്ങനെ ഞാൻ റോഡിൽ പോകുന്നവരെ കൊണ്ട് ഒരു തിരി മേടിച്ച് വെച്ചും ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഈ അൾത്താരെ വരാൻ കഴിയണമേ. യേശുവപ്പൻ കുരിശും വലിച്ചും കൊണ്ട് നടന്ന് ഞാൻ മാക്കറും കൊണ്ട് നടക്കുന്നു, എന്നെ ഇതിന് പിടിപിടിച്ചു എൻ്റെ അമ്മയുടെ അരികിൽ കൊണ്ടുവരണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു പൊതി ചോറ് 3 മണിയാകുമ്പോൾ എനിക്ക് കൊണ്ടു തരണമായിരുന്നു. ഹോട്ടലിൽ നിന്ന് എനിക്ക് കഞ്ഞി വെക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ കഴിച്ചിരുന്ന ഞാനാണ് എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരെ കൊണ്ടുവന്ന് എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചു തന്നത്. ഈ ഒരൊറ്റ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെയാണ് ഞാൻ നിലനിൽക്കുന്നത്. ഞാൻ ഒരു ചാക്ക് ഗുളിക കഴിച്ച ഞാനാണ് ഇന്ന് വരെ. പിന്നെ ഞാൻ ഇന്ന് വരെ ഈ ഒരു രോഗത്തിന് ഞാനൊരു ഗുളിക കഴിക്കാൻ ഈ കൈയും കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ യേശുവപ്പൻ്റെ ചങ്കിലെ ചോര കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനകോടി നന്ദി. എനിക്ക് 2025 പെട്ടെന്നൊരു നടുവേദന വന്നതായിരുന്നു. ഈ വാസലേൻ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ടായി, തേയ്മാനമായി. എൻ്റെ ഉച്ച തൊട്ടുള്ള കാല് പെരുവിരൽ വരെയുള്ള നരമ്പ് മരവിച്ചു പോയി, കാല് തളർന്നു പോയ കാലാണിത്. ഇന്ന് ഞാൻ ഈ കാലം കൊണ്ടാണ് ഇവിടെ ഓടി വരുന്നത്. അങ്ങനെ എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, കിടക്കാൻ പറ്റത്തില്ലായിരുന്നു, അതിവേദനയായിരുന്നു. എൻ്റെ യേശുവപ്പൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഡിസ്ക് യോജിപ്പിച്ച് മാംസം പിടിപ്പിച്ച് എനിക്ക് തന്ന എൻ്റെ യേശുവപ്പൻ്റെ ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് 20 വർഷത്തിന് പഴക്കമുള്ള ഒരു അലർജി ഉണ്ടായിരുന്നു. ആ അലർജി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് ചൊറിഞ്ഞ് കണ്ണിനകത്തുനിന്ന് നീരിറങ്ങി കണ്ണ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ശരീരം മൊത്തം ചൊറിഞ്ഞ് പൊട്ടി വെള്ളം ഒഴുകുമായിരുന്നു. ഞാൻ വണ്ടാനത്ത് നടന്ന് ഗുളികകൾ കഴിച്ച് ഞാൻ മടുത്ത്. അങ്ങനെ എനിക്ക് ഈ ഉടമ്പടി വസ്തുവിലൂടെ എനിക്ക് എൻ്റെ ആ അലർജി മാറ്റി തന്ന് ഈ 10 വർഷത്തിന് മേലുള്ള ഒരു തലവേദനയായിരുന്നു, മൈഗ്രെയിൻ തലവേദന. ഞാൻ ഈ ചൂട് സമയത്താണ് ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ എരിയാണി വെയിലത്ത് പുറത്ത് നിന്നാൽ നിങ്ങൾക്കറിയാവില്ല ചൂട്. ആ ചൂടത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്നത്തെ ആ ചൂട് സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഇന്നേ നാഴിക വരെ എനിക്ക് ആ മൈഗ്രെയിൻ തലവേദന എന്ന് മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവല്ലാതെ കൊണ്ട് എൻ്റെ യേശുവപ്പൻ്റെ ആ തിരുരക്തം കൊണ്ടാണ് എൻ്റെ മൈഗ്രെയിൻ തലവേദന മാറ്റി തന്നത്. അടുത്തായിട്ട് എൻ്റെ മൂക്കിനകത്തൊരു ഒരു ദശ ഉണ്ടായിരുന്നു. ആ ദശ ഒരു ദിവസം വൈകിട്ട് എനിക്ക് എന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകുക, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഞാൻ തോർത്ത് കൈ വെച്ചുകൊണ്ട് വേണമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ എൻ്റെ യേശുവപ്പനോട് പറഞ്ഞ്, യേശുവപ്പ പരിശുദ്ധ അമ്മ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞാൻ ചീറ്റിയും പിഴിഞ്ഞും ഇരിക്കുവാന്നല്ലോ, എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരണേന്ന് പറഞ്ഞ്. എനിക്കറിയത്തില്ല, എൻ്റെ മൂക്കിലൊരു അത്ഭുതം എന്ന് പറയട്ടെ. എൻ്റെ മൂക്കിൽ എനിക്കൊരു സ്വരം കേട്ട് ഒരു മൂളിപ്പാട്ട് പോലെ പോയിട്ട് അപ്പോഴെൻ്റെ യേശുവപ്പൻ എന്നിൽ വന്ന് എന്നെ തൊട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ആ ദശ അടത്തി എനിക്ക് ആ മേപ്പോട്ടൊരു ശ്വാസം പിടിച്ചപ്പോൾ എൻ്റെ മേപ്പോട്ടത് ഇളകി വന്ന് എല്ലാ കുഞ്ഞുങ്ങൾ വട്ട് കളിക്കുന്ന കണക്ക് ആ ഉരുണ്ട വട്ട് പോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഇറങ്ങി വന്ന് ഞാൻ എന്നും വെള്ളം അരികിൽ വെച്ചുകൊണ്ടാണ് ഞാൻ
പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ഉപ്പും തേനും ഒഴിച്ചാണ് ഞാൻ കുടിക്കുന്നത് പ്രാർത്ഥന കഴിയുമ്പോൾ. അപ്പം ഞാൻ എളുപ്പം ആ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ പരിശുദ്ധാമ്മ യേശുവപ്പ എൻ്റെ തൊണ്ടയ്ക്കൂന്ന് ഇത് ഇറക്കി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളം കുടിച്ച് എൻ്റെ തൊണ്ടയ്ക്കൂന്ന് ആ ദശ എൻ്റെ തൊണ്ടയ്ക്കൂന്ന് മാറ്റി തന്ന്, അങ്ങനെ എൻ്റെ യേശുവപ്പ പ്രത്യക്ഷപ്പെട്ടാണ് എൻ്റെ മൂക്കിലെ ദശ മാറ്റി തന്ന്. ഇന്ന നാഴി വരെ പിന്നെ എനിക്ക് മൂക്കൊലിപ്പും മൂക്കിനകത്തിൽ അസ്വസ്ഥതകളും വന്നിട്ടില്ല. എനിക്ക് നല്ല വൃത്തിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. പിന്നെ എനിക്ക് കിരണിയുടെ ഒരു മുഴയുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ കിരണിയുടെ മുഴ വർമ്മസ്ഥാനത്തായിരുന്നു. സ്വകാര്യ ഭാഗത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല, എനിക്ക് നാണക്കേട് കൊണ്ട്. അത് ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശു വരച്ച് എൻ്റെ യേശുവപ്പൻ്റെ രക്തം കൊണ്ട് മാത്രം എനിക്ക് ആ മുഴ മായാജാലമായിട്ട് എനിക്ക് മാറ്റി തന്ന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വലതുവശത്ത് ബ്രെയിനകത്തൊരു മുഴയുണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ടേ ഉണ്ടാ മുഴ. ഞാൻ എങ്ങും ഒരു ഡോക്ടറെ കാണാൻ പോകത്തില്ല. എനിക്കത് ഞാൻ അങ്ങനെ ആ മുഴയും എനിക്ക് ഈ ഒറ്റ ഉടമ്പടിയിൽ ഈ നേർച്ച വസ്തുവിലൂടെ ആ മുഴ എനിക്ക് ഞാൻ എന്ന് തൈലം കുരിച്ച് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ എൻ്റെ ശരീരത്തിൽ കത്തിയപ്പിക്കരുത് അമ്മേ, ഇതെല്ലാം എൻ്റെ യേശുവപ്പൻ്റെ അമ്മയുടെ ഈ ഉടമ്പടിയിലൂടെ മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ആ മുഴയും എൻ്റെ ബ്രെയിനകത്തുനിന്ന് എനിക്ക് മാറ്റിത്തന്ന്. അതുപോലെ തന്നെ എനിക്ക് വായിക്കാത്ത ഗുളികളെല്ലാം കഴിക്കുന്നതിൻ്റെ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. എന്നും എനിക്ക് വായിക്കാൻ പൊട്ടി വിർണമായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉപ്പിട്ട് അമ്മയുടെ നെഞ്ച് ഭരിച്ച് ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് വായിക്കാത്ത കൊള്ളുകയും ഞാൻ ഉടമ്പടി തൈല മുറിവിലെല്ലാം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാനൊരു ഗുളികയും കഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വായിക്കാത്തുനിന്ന് ആ വിർണങ്ങളെല്ലാം കരിച്ചുണക്കി ഇപ്പം എനിക്ക് എൻ്റെ വായിക്കാത്തില്ല വിർണം വരുത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഫൈസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ ഫൈസിൻ്റെ അസുഖത്തിന് ഞാൻ ഗുളിക കഴിച്ചതായിരുന്നു. മറ്റു ഗുളികൾ കഴിക്കുമ്പോൾ എനിക്കത് കൂടുമായിരുന്നു. ബ്ലഡ് വരെയുള്ള ഒരു വരവിൽ എനിക്ക് ആയതായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉപ്പിട്ട് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫൈസിൻ്റെ അസുഖം ഞാനിപ്പം അത് പൂർണ്ണമായി എന്നിൽ നിന്ന് വിടുവലി തന്ന എൻ്റെ യേശുവപ്പന. ഇതല്ല എൻ്റെ ഈ ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുവിലൂടെ മാത്രമാണെന്ന് ഞാൻ 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് വയറിനകത്തിൽ അൾസർ ഉണ്ടായിരുന്നു. ആ അൾസറും എനിക്ക് ഈ നേർച്ച വസ്തുവിലൂടെ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് ഈ ഡിസംബർ 7-ാം തീയതി എനിക്ക് അമ്മയുടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് വഹിച്ചുകൊണ്ട് വരാനുള്ള അനുഗ്രഹം കിട്ടി. പിന്നെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ആ പിറ്റേ ആഴ്ച തന്നെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടി. അതിലെൻ്റെ അച്ഛൻ എൻ്റെ നടുവിന് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും എനിക്ക് അന്ന് മുതൽ തന്നെ എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഈ ഓരോ ഉടമ്പടിയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കുന്നതിനും ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ ഈ എല്ലാ രോഗസൗഖ്യത്തിനും എല്ലാം ഈ ഒരൊറ്റ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നത്. പിന്നെ ഞാൻ ആത്മീയ പ്രേക്ഷക വേല ചെയ്യുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരാൻ എനിക്ക് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച്. ഞാൻ ബസ് കയറാൻ പറ്റാതിരുന്ന ഒരു ഞാനായിരുന്നു. ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച മുതൽ ഞാനിവിടെ വരും. അച്ഛൻ്റെ ധ്യാനം കൂടും. എനിക്ക് ഒരു വിഷമമായിരുന്നു എനിക്ക് കുർബാന കേൾക്കാൻ കൂടാൻ. ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കുർബാന കൂടാൻ കഴിയണമെന്ന്. അപ്പോൾ എനിക്ക് രാവിലെ ഒരു വണ്ടി കൊണ്ട് തന്ന് എനിക്ക് കുർബാന കൂടുവാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുവാനും ആരാധന കൂടുവാനും എനിക്ക് ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു. പിന്നെ അങ്ങനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മ മാതാവ് തന്ന് പ്രേക്ഷക വേല ചെയ്യുന്നത്. ഞാൻ ആഴ്ചയിലും വന്ന് പത്രം എടുത്തുകൊണ്ട് ഒരു ദിവസം 50 പത്രമെങ്കിലും എനിക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നു. കായംകുളത്തും അരിപ്പാട്ട് ആശുപത്രിയിലുമായിട്ട് ഞാൻ ഇറങ്ങിക്കൊടുത്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. അടൂർ ആശുപത്രി ഞാൻ എല്ലാ ആഴ്ചയിലും പോകും. അവിടെ കൊണ്ടുവന്ന് പത്രം കൊടുക്കും, നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ ഒരു ചോറ് ഹോട്ടലിൽ നിന്ന് മേടിച്ച് നിന്ന് ഇന്ന് ഞാൻ 20 പൊതി വരെ എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ തന്നെ പൊതി കെട്ടി കൊണ്ട് കൊടുക്കാനുള്ള ആരോഗ്യം എൻ്റെ അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന്. അതിനെനിക്ക് കോടാനുകോടി നന്ദിയാണ് ഞാൻ എൻ്റെ യേശുവപ്പനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാനൊരു ഹിന്ദുവാ. എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ലായിരുന്നു, എന്താണെന്നറിയില്ലായിരുന്നു. 15 വർഷം എൻ്റെ വീട്ടിൽ ഇരുന്ന ബൈബിളാണ്. ഈ ഉടമ്പടി എടുത്ത് അന്നാണ് ഞാൻ ആ ബൈബിളിൽ തൊടുന്നത്.
അന്ന് മുതൽ ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. ഞാൻ ഹിന്ദുവാണ് യേശുപ്പ, എനിക്കറിയത്തില്ല ഈ വചനങ്ങൾ എന്താണെന്ന്, എന്നെ മനസ്സിലാക്കി തരണേ എന്ന്, അർത്ഥങ്ങൾ മനസ്സിലാക്കി തരണേ, എന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇവിടെ ബൈബിളിൽ ഓരോ വചനങ്ങൾ പറയുമ്പോഴും എനിക്ക് ആ വചനം നോക്കിയെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഉള്ള കൃപ എനിക്ക് എൻ്റെ യേശുപ്പൻ ദൈവത്തിലൂടെ തന്ന്, യേശുപ്പൻ ജോസഫ് അച്ഛൻ ആരാധനയെ പ്രാർത്ഥിക്കുന്ന വചനങ്ങളെല്ലാം എനിക്കിന്ന് അതുപോലെ എനിക്ക് മനസ്സിലാക്കുവാനും പിന്നെ ജോസഫ് അച്ഛനിലൂടെയും ബൈബിളിലൂടെയും എനിക്കിന്ന് സാധിച്ചു കിട്ടിയതിന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി. ഇത്രയെല്ലാം രോഗങ്ങൾ തന്നെ എന്നെ സൗഖ്യപ്പെടുത്തിയ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അനാഥ മന്ദിരത്തിൽ പോയി അവർ കാവൽ എല്ലാ മാസവും ഞാൻ അനാഥ മന്ദിരത്തിൽ പോകും. ഓണത്തിന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കും. 170 പേരുള്ള അനാഥ മന്ദിരമാണ്. അവിടെ ഞാൻ അവർക്ക് 3 മണിക്കുള്ള ആഹാരം അവർക്ക് വയറ് നിറച്ചു കൊണ്ട് കൊടുക്കാൻ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ 2 ബിസ്ക്കറ്റ് കൊടുക്കുന്നു ചായയുടെ കൂടെ. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഈ മക്കൾ ഈ 2 ബിസ്ക്കറ്റ് കഴിച്ച് എന്ത് വാങ്ങും? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കണക്ക് ഞാൻ പിറ്റേ മാസം മുതൽ ഒരൊറ്റ ചാക്കിലെ പലഹാരം ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ദൈവം തന്ന ദാനമാണ് ഞാൻ ദാനം കൊടുക്കുന്നത്. ഞാൻ അന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മേ എൻ്റെ കൂടെ ഒരു 4 പേരെ എൻ്റെ അമ്മ എനിക്ക് ആക്കിത്തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് 4-5 പേരെ ഞങ്ങൾ ഗ്രൂപ്പാക്കി. ഇപ്പം ഞങ്ങൾ ജപമാല ഗ്രൂപ്പ് കൂടി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ മാസവും ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ പോകും. ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ട് കൊടുക്കുന്നു. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം: നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. രാജമ്മയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ 17 അസുഖങ്ങൾക്ക് ഈശോ സൗഖ്യം നൽകിയതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. വീൽ ചെയറിലായിരുന്ന ഈ അമ്മ ഇന്ന് വളരെ ശക്തമായി യേശുവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ ഈ അൾത്താരയിൽ കയറിയെന്ന് നന്ദി പറയുകയാണ്. നമ്മുടെ എല്ലാ രോഗങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മകൾ കൃത്യമായി ആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. എനിക്കിന്ന് മകൾ സമർത്ഥിക്കുകയായിരുന്നു, 1 ചാക്ക് മരുന്നാണ് ഞാൻ കഴിച്ചത്, അതിന് പ്രതിനന്ദിയായി ഞാൻ വളരെ അധികം 1 ചാക്ക് ഭക്ഷണമാണ് മറ്റുള്ളവർക്ക് നൽകുന്നതെന്ന് ഈ അമ്മ രാജമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോ എന്തുമാത്രം എനിക്ക് നൽകി, അതുപോലെ തന്നെ കൊടുക്കുവാനുള്ള ഒരു കൃപ ഇന്ന് ജോസഫ് അച്ഛൻ വിശുദ്ധ ബലിയിൽ നമ്മോട് പറയുകയായിരുന്നു. അളന്ന് കുലുക്കി നിറച്ച് കവിഞ്ഞൊഴുകുന്ന ഒരു പാത്രത്തിലിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. നാം എന്തുമാത്രം കൊടുക്കുന്നു അതിലിരട്ടിയായി നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഓരോ സുവിശേഷ ഭാഗത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. രാജമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പ്രിയ. ഞാൻ UK നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ UK നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് എൻ്റെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ്. എൻ്റെ വീട്ടിൽ പോലും ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2024 ജൂൺ 11-ാം തീയതിയാണ്. ഞാൻ അന്ന് ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ലഭിക്കുകയും ആ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ ഞാനിന്ന് സാക്ഷ്യം ഈ ആൾക്കാരെ കയറി പറയാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയുണ്ടായി.
അന്ന് ഞാൻ വെച്ച ഉടമ്പടി നിയോഗത്തിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചതായിരുന്നു. ഞങ്ങളൊരു സ്ഥലം ഈ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു ബോർവെൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് 90 അടി എത്തുമ്പോഴത്തേക്കും വെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 300 അടി അടിച്ചു. എന്നിട്ടും ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. 305 അടി ആയപ്പം ഞങ്ങളത് നിർത്തിവെച്ചു. ഞങ്ങളിനി കുഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് നിർത്തിവെച്ചു. ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല കിണറ്റിനകത്ത്. ഞാൻ അന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു, മാതാവേ, ഞങ്ങൾ കുഴിച്ച കിണറ്റിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾക്ക് വേറെ കിണർ കുഴിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഞങ്ങൾക്ക് കുഴിച്ച കിണറ്റിൽ തന്നെ വെള്ളം വേണം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പം ആ കിണറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അതിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ്, അതിനകത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. ബോർവെല്ലായതുകൊണ്ട് ഞങ്ങളത് ഒരു നൂലിനകത്ത് ഒരു ചെറിയൊരു പാത്രം കെട്ടിയിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്താണ് പോയത്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം 305 അടി കുഴിച്ചതിനകത്ത് 240 അടിയും വെള്ളമായിരുന്നു. ഞങ്ങൾക്ക് 60 അടി താഴേക്ക് ചെന്നപ്പോഴത്തേക്ക് തന്നെ ആ പാത്രം വെള്ളത്തിൽ മുട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പം ഞാൻ നിയോഗം വെച്ചായിരുന്നു, UK ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം തരണമേ എന്ന്. അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ കുറേ ആൾക്കാർ ഡെപ്പോസിറ്റ് എമൗണ്ടൊക്കെ ആയിട്ട് കരുതി കയ്യിൽ വെച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് ലഭിക്കാതെ അവരൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും എനിക്കെന്തോ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും ഞങ്ങൾ 3 വീട് പോയി നോക്കുകയും ചെയ്തു. അതിൽ രണ്ടാമത് കണ്ട വീട് ഈ വീടാണ് നമുക്കുള്ളതെന്നൊരു തോന്നൽ തോന്നി. ആ വീട്ടിൽ കണ്ടതിന് ശേഷം അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വീടിന് ഓഫർ കൊടുത്തു. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. ഓഫർ ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ഡെപ്പോസിറ്റിനുള്ള പൈസ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്ന ഗോൾഡൊക്കെ വിറ്റിട്ടാണ് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ കാണിക്കാൻ പറ്റിയത്. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ ദൈവം ദൂതനെ അയക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ വീട്. കാരണം അത്രയും നല്ലൊരു വീട് ആ ഏരിയയിൽ ഈ റേറ്റിന് എങ്ങനെ കിട്ടിയെന്ന് ആ വീട് കാണാൻ വന്ന ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ മാസം ഈ ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളുടെ അതിർബാനയ്ക്ക് കാരണം ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വരണമെന്ന് ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചതായിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഓണർ അവർക്ക് വീട് കിട്ടുക സെപ്റ്റംബർ മാസത്തിലായിരുന്നു. പക്ഷേ സെപ്റ്റംബറിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അതിർബാനം നടത്താനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, സമയത്തിന് മേൽ അധികാരമുള്ള മാതാവല്ലേ, ഇതിലെന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കി തരണമെന്ന്. ആ വീടിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ ഇവിടെ ബ്രോക്കർമാരെ പോലെ അവിടെ നിൽക്കുക റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരാണ്. ആ എസ്റ്റേറ്റ് ഏജൻറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സെല്ലറിൻ്റെ അടുത്ത് വാദിക്കുമായിരുന്നു. അവർക്ക് നാട്ടിൽ പോകാനുള്ളതാണ്, ആ വീട് അവർക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ജൂലൈ 4-ാം തീയതി ഞങ്ങൾക്ക് ആ വീടിൻ്റെ കീ തന്നു. ആ ജൂലൈ 4-ാം തീയതി ആ കീ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്, മാതാവ് തന്നതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ ആ വീടിൻ്റെ കീ മേടിക്കാൻ വീടിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് മേൽക്കൂരയുടെ മുകളിലായിട്ട് ഒരു പ്രാവ് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഞങ്ങൾ കീ മേടിച്ച് ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത ഫോട്ടോയ്ക്കകത്ത് ആ മേൽക്കൂരേൻ്റെ മുകളിൽ ആ പ്രാവ് നിൽക്കുന്ന ഫോട്ടോയും കൂടിയുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളിപ്പോൾ ഒരു മാസത്തിന് മുകളിലായി അവിടെ താമസിക്കുന്നു. അവിടെ ഞാൻ പിന്നെ ഒരു പ്രാവിനെ പോലും ഞാൻ ആ വീടിന് ആ പരിസര പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്കത് ഉറപ്പായി, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നതാണ് ആ വീടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പായി. പിന്നീട് എനിക്ക് നിയോഗത്തിൽ വെക്കാത്ത ഒരു വലിയൊരു ദൈവ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു മാതാവിനോട്, മാതാവേ, എല്ലാവർക്കും മെഴുകുതിരിയിൽ ഓരോ രൂപങ്ങൾ വരുന്നു, മാതാവിൻ്റെ രൂപം വരുന്നു, സുഗന്ധാഭിഷേകം കൊടുക്കുന്നു, മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു, എനിക്ക് മാത്രം എന്താ ഒന്നും തരാത്തത്, ഞാൻ ഉടമ്പടി ചെയ്യുന്നത് അത്രയ്ക്ക് മോശമായിട്ടാണോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നവംബർ മാസം രണ്ടാമത്തെ ഞായറാഴ്ച ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട്, നീ ആ തിരിയിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് എനിക്ക് തോന്നുന്നതാണ്, അതെൻ്റെ തോന്നലാണെന്ന് വിചാരിച്ച് ഞാൻ തിരിയിലേക്കൊന്നും നോക്കിയില്ല. ഞാൻ അന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വേഗം പിന്നെ കുറച്ച് നേരം കൂടെ കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണുള്ളത്, ആ തിരിയിലേക്ക് നോക്കാനാണ്. അങ്ങനെ ഞാൻ ആ തിരിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പം ഈശോൻ്റെ രൂപമാണ്, ഈശോൻ്റെ മൂക്കും കണ്ണും ഒക്കെ ആയിട്ട് ഈശോ കുരിശിൽ കിടക്കുന്ന വേദന സഹിച്ച് കിടക്കുന്ന ഒരു രൂപത്തിൻ്റെ അതുപോലെയുള്ള ഒരു തിരിയിൽ, അതുപോലെ ഒരു രൂപമാണ് ആ തിരിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ തിരിയിൽ വരുന്നതിൻ്റെ ആ വെള്ളിയാഴ്ച ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഈശോൻ്റെ ഇങ്ങനെ മുൾമുടി അണിഞ്ഞ് ഈശോനെ ഇങ്ങനെ രക്തമൊക്കെ ഒഴുകി നിൽക്കുന്ന ഒരു ഷോർട്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അതിങ്ങനെ തട്ടി മാറ്റി. ആ ഈശോൻ്റെ രൂപമാണ് എൻ്റെ മെഴുകുതിരിയിൽ വന്നത്. അതെനിക്ക് ഒരു മാസം മുമ്പേ ദൈവം ഒരു അടയാളം തന്നതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. കറക്റ്റ് ഒരു മാസം വന്നു കഴിഞ്ഞപ്പോൾ ഡിസംബർ 15-ാം തീയതി ഞായറാഴ്ച
ഞാൻ കുർബാനയ്ക്ക് പോയി കുർബാന പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്, നീ വീഴും ഇപ്പോൾ ഇവിടെ, നിന്നെ ഈ പള്ളിയിലുള്ള ആൾക്കാരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഈശോയെ ഈ കുർബാനയുടെ സമയത്ത് തന്നെ ഈ പല വിചാരങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് ആ ഡിസംബർ 15-ാം തീയതി 2024 കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി, ഞാൻ റോട്ടിലേക്ക് വീണ് എൻ്റെ മൂക്ക് റോട്ടിൽ ചെന്ന് ഇടിച്ച് എൻ്റെ മൂക്ക് ഫ്രാക്ചറായി. അത് കറക്റ്റ് പറയുകയാണെങ്കിൽ തലയോട്ടിൽ നിന്ന് വരുന്ന ഈ ഒരു ബോണാണ് കറക്റ്റായിട്ട് ഫ്രാക്ചറായത്. എൻ്റെ മൂക്കിനകത്തുനിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുമായിരുന്നു. ആ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് എന്നെ അവിടെയുള്ള ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി കെയറിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് UK നമുക്ക് ഇവിടുത്തെ പോലെ മെഡിക്കൽ അറ്റൻഷനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് എൻ്റെ CT എടുത്തു വേന്ന്. അവർ CT സ്കാൻ, ഒരു സ്കാനിങ് ഒക്കെ അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളം എടുക്കും. പക്ഷേ അന്നേരം തന്നെ എൻ്റെ CT സ്കാൻ ചെയ്തു. പക്ഷേ ഫേസ് മാത്രമേ എടുത്തുള്ളൂ. അവർ പറഞ്ഞു ഹെഡ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ബോധം പോയിട്ടില്ല, ബോധമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഹെഡിന് എന്തായാലും ഇഞ്ചറി വന്നിട്ടില്ല, നിങ്ങൾക്ക് ഫേസ് എന്തായാലും കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ നോസ് എന്തായാലും ബ്രോക്കൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാനിൽ അത് കൺഫേം ചെയ്തു, നിങ്ങൾക്ക് നോസ് ബ്രോക്കൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകുമായതുകൊണ്ട് എൻ്റെ മൂക്കിൽ ഒരു പാക്ക് വെച്ച് തന്നിട്ട് വീട്ടിലേക്ക് വിട്ടു. എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഒരു വിധത്തിലും കിടക്കാൻ പറ്റത്തില്ല. കാരണം മൂക്ക് എല്ല് പൊട്ടിയിരിക്കുകയാണ്, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു മൂക്കിൽ നിന്ന് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ 2-3 ദിവസം ഞാൻ ഉറങ്ങാണ്ട് രാത്രി പിടിച്ചു നിന്നു. പിന്നെ 4ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യാണ്ടായി. ഞാൻ അന്നേരം ഒരു രാത്രി 12 മണിയൊക്കെ ആയിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ബെഡിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ആ ആഴ്ചത്തെ അതായത് ഡിസംബർ 10-ാം തീയതിയത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. അപ്പോൾ ആ ധ്യാനം എന്തായാലും കൂടാമെന്ന് വിചാരിച്ച് ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയുടെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് വയ്യ ഇവിടെ നിന്നിട്ട് ഇവരെന്നെ നോക്കിയിട്ട് എനിക്കിതൊന്നും ശരിയാക്കാൻ പോണില്ല, നിങ്ങൾ തൊട്ടാൽ മതി, നിങ്ങൾ സുഖപ്പെടുത്തിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് അച്ഛന് രോഗസൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഞാനൊരു മൂക്കിൻ്റെ കൂടും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മൂക്കിൽ ആരോ സ്പർശിച്ചപ്പോൾ എനിക്ക് തോന്നി. അതിന് ശേഷം എനിക്ക് ആ മൂക്കിൽ കൂടെ ശ്വാസം വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അന്ന് രാത്രിയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റിയത്. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേന്നാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം എൻ്റെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൂക്ക് ശരിക്കും നോസ് ബ്രോക്കൺ ആണ്, പക്ഷേ നിങ്ങൾക്ക് 2 മൂക്കിൽ കൂടെയും ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു നോസ് ബ്രോക്കൺ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ട് ഒരു ഡോക്ടറും തൊടേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ ഈശോയും മാതാവും എന്നെ തൊട്ട് സുഖപ്പെടുത്തി. അത് ആ ഒരു തൊട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നോക്കി ആ ഞാനൊരു ഷോർട്സ് ഫ്രൈഡേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഷോർട്സിനകത്തുള്ള ഈശോൻ്റെ രൂപത്തിനകത്ത് ഈശോൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു വിങ്ങലുണ്ടായിരുന്നു. കറക്റ്റ് ആ സൈഡ് തന്നെയാണ് എൻ്റേതും ബ്രോക്കൺ ആയത്. അതെനിക്ക് മനസ്സിലായി. സഹനമായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു, ആരുമില്ല, ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും അവിടെ ചെന്നാലും നോക്കുന്നൊന്നുമില്ല. പക്ഷേ ആ സഹനത്തിൽ ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വം ഞാൻ ദർശിച്ചു. അത് സഹനമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയിട്ടില്ല. അതെൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു. ഞാൻ അവിടെ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോകും. എല്ലാവരോടും ഞാൻ പറയും, ആ തിരി ഞാനിങ്ങനെ ഒരു ചില്ലിൻ്റെ ഒരു ബോക്സിനകത്ത് എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഞാൻ ഈ തിരി കാണിച്ചു കൊടുക്കും. എൻ്റെ മൂക്കിൽ ഇഞ്ചുറി ആയപ്പോൾ വന്ന് എൻ്റെ മൂക്ക് ഞാൻ കാണിച്ചു കൊടുക്കും, എൻ്റെ ഫേസിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും, ആ കണ്ട ഷോർട്സ് ഞാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരുപാട് പേർക്ക് വിശ്വാസം കൂടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഹൈദരാബാദിലുള്ള ഒരു ഓർഫനേജിലേക്ക് ഒരു അച്ഛൻ നടക്കുന്ന ഓർഫനേജാണ്, അവിടേക്ക് നമ്മളൊരു നിശ്ചിത എമൗണ്ട് അയച്ചു കൊടുക്കും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പേപ്പറാണ് മേടിച്ചുകൊണ്ട് പോയത്. പക്ഷേ എനിക്കറിയാം അവിടെയുള്ള എല്ലാ മലയാളീസിനും നമ്മുടെ കൃപാസന മാതാവിനെ അറിയാം, കൃപാസനത്തെ പറ്റി അറിയാം അവർക്ക്. പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ്, ഇംഗ്ലീഷുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്നെ വഴക്കെങ്ങാനും പറഞ്ഞാലൊന്ന് പേടിച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഈ പേപ്പറും കൊണ്ട് പോയി. പക്ഷേ ഇത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മനസ്സിൽ നിന്ന് തന്നെ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ആരോ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് പോകുന്നത്, ഇന്ന് ഞാൻ ഈ പേപ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അടയാളം കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ പേപ്പർ കൊടുക്കുള്ളൂ, ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ആ പള്ളിയിൽ പോയപ്പം എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഉടമ്പടി എടുത്തൊരു ഫാമിലി ആയിരുന്നു ഒന്ന് മുട്ടുകുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഇംഗ്ലീഷ് പള്ളിയിൽ പോയിട്ട് എത്രയും കാലം ഞാൻ ഇതുവരെ ഒരു ഉടമ്പടി എടുത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചി എന്നെ തിരിഞ്ഞ് നോക്കുമായിരുന്നു. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ചേച്ചീൻ്റെ മാലയിൽ ഞാൻ ഈ ഉടമ്പടി കാശുരൂപം കണ്ടു. അപ്പോൾ എനിക്കതൊരു അടയാളമായിട്ട് തോന്നി, മാതാവ് ഇന്ന് ഇവിടെ ഉടമ്പടി പേപ്പർ കൊടുക്കാനാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ അന്ന് ആ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട്
ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാർക്ക് ഞാൻ ഉടമ്പടി പേപ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഫാത്തിമയും ലൂർദും പോലെ ദൈവം ഉയർത്താൻ പോകുന്നൊരു സ്ഥലമാണ്, ഓൾറെഡി ഉയർത്തിയ സ്ഥലമാണ്, പക്ഷേ അത് വത്തിക്കാനിന് അപ്രൂവൽ മാത്രമേ കിട്ടാനുള്ളൂ, അതുപോലെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷുകാർക്ക് ഞാൻ ആ പേപ്പർ കൊടുത്തു. എല്ലാവരും വാങ്ങി. 1-2 ആൾക്കാർ മാത്രം വാങ്ങിയില്ല. അവർ പറഞ്ഞു അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ കൊടുത്തില്ല. ബാക്കി എനിക്കുണ്ടായിരുന്ന 20 പേപ്പറിനകത്ത് 17 പേപ്പറും ഞാൻ അന്ന് പള്ളിയിൽ കൊടുത്തു. ഇതാ ഈ സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരയിൽ എന്നെ കയറ്റി നിർത്തിയ പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ UK നിന്ന് വന്ന് ഞാൻ ഇന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. എൻ്റെ അമ്മേനെ പോലും കണ്ടിട്ടില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. നേരെ ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് ഫ്രഷായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ അൾത്താര നിൽക്കുവാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ UK യിലുണ്ടായിരുന്നു. അച്ഛൻ UK യിലുണ്ടായിരുന്നപ്പം ബെർമിഹാമിൽ വെച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് 2 ദിവസത്തെ ധ്യാനം കൂടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. കാരണം എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഇവിടുത്തെ എല്ലാ ആഴ്ചത്തെയും ധ്യാനം കൂടുമ്പോൾ എനിക്കൊന്ന് നേരിട്ടൊരു ധ്യാനം കൂടാൻ ഒരു യോഗമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ആകെ കിട്ടുക എനിക്ക് 10 ദിവസത്തെ ലീവാണ്. ഈ 10 ദിവസത്തെ ലീവിൽ ഇവിടെ വന്നിട്ട് ആ കറക്റ്റ് ഡേയ്സിൽ വന്ന് എനിക്ക് ധ്യാനം കൂടാൻ പറ്റത്തില്ലല്ലോ എന്ന്. പക്ഷേ ആദ്യം ആ ധ്യാനം വാൽസിംഹാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വണ്ടിയില്ല, ലൈസൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒട്ടും പറ്റത്തില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ അത് വേഗം തന്നെ രജിസ്റ്റർ ചെയ്തു. എങ്ങനെ പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. പക്ഷേ മാതാവ് ഞങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അത് മാറ്റി വെച്ചു. അങ്ങനെ ആ ധ്യാനത്തിൽ കൂടാനും അത് അവിടെ നിന്ന് ഉടമ്പടി പുതുക്കാനും വലിയൊരു അനുഗ്രഹം ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 2 18-19 തിരുവചനങ്ങൾ. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. പ്രിയയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. വളരെ ശക്തമായ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. എയർപോർട്ടിൽ നിന്ന് UK യിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു വലിയ തീക്ഷ്ണത ഈ സഹോദരി കാണിച്ചത് ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ ഒരടയാളമാണ്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ളവരെയാണ് ഏറ്റവും അധികം കാണാനായി നാം ആഗ്രഹിക്കുന്നത്. ഈ മകൾക്ക് ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്നേഹമായിരുന്നു ഈശോയോടും അമ്മയോടും. തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയിൽ നിന്ന് പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഇന്ന് ഈ മകൾ ഈ അൾത്താരയിലേക്ക് കയറി നിൽക്കുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. നല്ല നല്ല സാക്ഷ്യങ്ങൾ ലോകത്തെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മളെ ഉപകരണങ്ങളാക്കുന്ന നല്ല സാക്ഷ്യത്തിനായി നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന എല്ലാ അടയാളങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് നന്ദി പറയാം. ഈ മകളുടെ സാക്ഷ്യത്തിൽ ആദ്യം തന്നെ ഈ മകൾ നമ്മോട് പങ്കുവച്ചതാണ്, ഒരു ബോർവെൽ ഇവർ കുത്താഴ്ത്തിയിട്ട് 305ഓളം അടിയായിട്ടും വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ ഇവിടുത്തെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് 240 അടിയിൽ ഇവർക്ക് വെള്ളം കണ്ട വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് ആ സഹോദരി ആദ്യമായി ഇവിടെ പങ്കുവച്ചത്. നമുക്കറിയാം, നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യണമെന്നാണ്. നമ്മുടെ വീട്ടിലെ ഉപ്പോ ഉടമ്പടി വസ്തുക്കളോ വെറുതെ വെച്ചതുകൊണ്ട് അത് ഒരിക്കലും ആക്ടിവേറ്റ് ആവുന്നില്ല. നമ്മൾ വിശ്വാസപ്രമാണം വിശ്വാസത്തോട് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ആക്ടിവേഷൻ നടക്കുന്നത്. നമുക്കറിയാം, ഈ മകളും കുടുംബവും ചെയ്തത് അതുതന്നെയാണ്. അതുപോലെ തന്നെ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം മകൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ക്രമമായി പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മകൾക്കൊരു വീട് വേണമായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ വീടാണോ എന്നുള്ളതിനൊരടയാളമായിട്ട് ഈ മകൾ ഒരു അടയാളം ചോദിച്ചപ്പോൾ ഒരു പ്രാവ് അവിടെ വന്നിരുന്നവർക്ക് വലിയ അടയാളം നൽകിയതായിട്ട് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു വീട് വാങ്ങാനുള്ള പ്രോസസ്സ് UK യിൽ അവർക്ക് സാധിച്ചുവെന്ന് കാണിക്കുകയും ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം ഇവിടെ കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ മകൾക്കുണ്ടായ വരാൻ പോകുന്ന ഒരു അപകടത്തെ ഈശോ വളരെ പെട്ടെന്ന് പല രീതിയിലൂടെ അത് അറിയിക്കുകയായിരുന്നു. ഈശോയുടെ മുഖവും എനിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വേദനയുടെ അംശം നിനക്ക് ഞാൻ തരുന്നു എന്നുള്ളൊരർത്ഥത്തിൽ ഈ മകൾക്കത് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുകയും അത് എങ്ങനെയാണ് സൗഖ്യപ്പെടാൻ പോകുന്നത് എന്ന് പോലും ഈശോ അത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈശോയുടെ തിരുരക്തത്താലാണ് നാം എല്ലാവരും സൗഖ്യപ്പെടുന്നത്. കാരണം അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യപ്പെട്ടുവെന്ന് പ്രവാചകൻ നമ്മോട് ഏറ്റു പറയുന്നു, നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ നൽകുന്ന എല്ലാ മെസ്സേജുകളെല്ലാം ഏറ്റുവാങ്ങുകയും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൃപയാണ് ഈ സന്ദേശങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും എല്ലാം നാം വായിക്കുമ്പോൾ വായിച്ചെടുക്കാനും മനസ്സിലാക്കാനുമുള്ള ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനിലേക്കും ഈശോ അറിയപ്പെടാനായി ദൈവവചനം എല്ലാ മുക്കിലും മൂലയിലെത്താൻ വേണ്ടിയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം, ഈശോയെ നമുക്ക് നൽകിയതിനായി ഓർത്ത്. ഈശോ നമ്മെ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തെ കാത്തു സൂക്ഷിക്കുവാനും എല്ലാ ഉടമ്പടി നിബന്ധനകളെയും കാത്തുപാലിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കണ്ണുനീരിനെയും ഈ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് നിയോഗമായി ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. സ്വീകരിക്കട്ടെ. ഞാൻ കട്ടപ്പന ഫൊറോനയുടെ കീഴിലുള്ള കൽത്തൊട്ടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വന്ന ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ മാസമാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ പേര് ജോബിൻ എന്നാണ്. ഞാൻ 2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി ഇവിടെ വന്ന് സ്ഥിരമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പല നിയോഗങ്ങളും കാര്യങ്ങളും ആൻറ്റിക്ക് നടന്നു കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ കൂടത്തെ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഏതായാലും വന്ന് ആ സമയങ്ങളിലൊന്നും വളരെ ശക്തമായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് പഴകിയ കുറേ നിയോഗങ്ങൾ കിട്ടിയാലെന്ന് ഉറപ്പുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് തോന്നിയുകൊണ്ട് അന്നും പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും സമർപ്പിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ അടുത്ത പുതുക്കലിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും വന്ന് പുതുക്കിയപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തിൻ്റെ അകത്ത് വീട് വെച്ച് താമസിക്കുന്നവരായിരുന്നു. അങ്ങോട്ട് വീട്ടിൽ സ്വന്തമായിട്ട് 2-3 വണ്ടി ഉണ്ടെങ്കിൽ പോലും വീട്ടിലേക്ക് വണ്ടിയൊന്നും വരികയില്ല. പിന്നെ വേനൽ മൂത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടിവെള്ളം ഇല്ലെന്നായി കഴിയുമ്പം പിന്നെ വണ്ടിക്കിറക്കാൻ പോലെയുള്ള ഒരു സാഹചര്യമില്ല. മറ്റുള്ളവർ ഏതെങ്കിലും വീട്ടിൽ പോയി അയലോക്കത്തെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം തന്നുകൊണ്ടിരുന്നത്. അത് വേനൽ മൂത്ത് കഴിയുമ്പോൾ അവിടുത്തെ കുളം പറ്റിപ്പോകുന്നതുകൊണ്ട് വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു. അപ്പം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അവിടെ താമസിക്കാൻ യാതൊരു സൗകര്യം ഇല്ലാത്ത സമയത്ത് അടുത്ത നിയോഗമായിട്ട് നമുക്ക് കൃപാസനത്തിൽ ഈ വഴി സൗകര്യം വരുവാണെങ്കിൽ കുഴൽക്കിണറടിച്ചാണേലും വെള്ളം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് ഒരു വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വഴി ഞങ്ങൾ മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ 30ാമത്തെ പൊക്കം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കൽത്തൊട്ടി എന്ന് പറയുന്ന ഒരു അകത്തോട്ട് കയറിയുള്ള ഒരു സ്ഥലമാണ്. ലബക്കട എന്ന് പറയുന്ന ഒരു കോളേജിനോട് ചേർന്നുള്ള അടുത്തുള്ള ഒരു ഹൈവേയുടെ സൈഡിൽ, ഹൈവേ എന്നൊരു 500 മീറ്ററും കൂടെ മാറി ഈ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു 55 ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ വീട് വാങ്ങിക്കാൻ, 1850 സ്ക്വയർ ഫീറ്റുള്ള ഒരു പുതിയ വീട് വാങ്ങിക്കാനും ആ മുറ്റത്ത് തന്നെ ഒരു 10 അടി താക്കത്തിൽ നല്ല വെള്ളം കിട്ടുവാനും. ഇപ്പോൾ വെള്ളമില്ലാതെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ 4 ചുറ്റും വെള്ളമാണ്, വഴിയുടെ അപ്പുറം വെള്ളം, വീടിൻ്റെ ബാക്ക് സൈഡ് 3 വശം വെള്ളം. അപ്പം വെള്ളത്തിൻ്റെ പരാതി അതോടെ തീർന്നു. പിന്നെ വണ്ടി ഇടാനുള്ള സൗകര്യം ഒരു 5-6 വണ്ടി ഇടാൻ പറ്റുന്ന തരത്തിലൊരു വലിയൊരു കാർ ഷെഡ് എല്ലാം കൂടെ കൂട്ടി ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും കാണാത്ത അത്ര ഒരു വലിയൊരു ഭവനം നൽകി അനുഗ്രഹിച്ചു. രണ്ടാമത് ആയി സാക്ഷ്യം പറയാനുള്ളത്, ഞങ്ങൾ ഉപ്പുകറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 5 ഏക്കർ പറമ്പ് പാട്ടത്തിനെടുത്ത് ഏലകൃഷി ചെയ്തായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഒരു 5-ാമത്തെ വർഷമാണിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളായപ്പോഴത്തേക്കും അതിൻ്റെ താഴെ താമസിക്കുന്ന 1-2 പേര് ഈ പടുതാക്കുളം മൂടണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി പഞ്ചായത്തിനും കളക്ടർക്കും അവിടെ കൊടുക്കാൻ പറ്റുന്ന വില്ലേജിലും എല്ലാം ആയിട്ട് പലയിടത്തും പരാതി കൊടുത്തു. അവർ ചാനലുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചാനലിൽ വാർത്തകൾ, പ്രാദേശിക ചാനലിലൊക്കെ വാർത്ത വന്നു. ഞാൻ അവരുടെ കാല് പിടിച്ചു പറഞ്ഞു, ഈ പടുതാക്കുളം മൂടിയിട്ടുണ്ടെങ്കിൽ വലിയ തുക മുടക്കി കൃഷി ചെയ്ത പറമ്പാണ്, അപ്പോൾ കൃഷി ഉപേക്ഷിക്കേണ്ടി വരും, നിങ്ങൾ ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് പറഞ്ഞ് അവരെ മാക്സിമം ഞാൻ അവരുടെ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവരൊരു തരത്തിലും വഴങ്ങിയില്ല. ഞാൻ പിറ്റേ ദിവസം കുടുംബസമേതം കൃപാസനത്തിൽ വന്ന് അമ്മയോട് കാര്യങ്ങൾ ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു. ഇവിടുന്ന് ചെന്ന് കൃപാസനത്തിൽ നിന്ന് ഉപ്പിട്ട് അവർ സഞ്ചരിക്കുന്നതും ഞങ്ങൾ സഞ്ചരിക്കുന്നതും എല്ലാം ഒരു വഴിയിലാണ്. ആ വഴിയിൽ ഉപ്പിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു.
ഈ നിയോഗം സമർപ്പിച്ച 3-ാമത്തെ ദിവസം തന്നെ അവരുടെ ആ പരാതികളെല്ലാം എങ്ങനെയോ അത് തേഞ്ഞു മാഞ്ഞു പോയി. ആ പരാതിക്കാരെല്ലാം പരസ്പരം യാതൊരു നമ്മളെ കാണുമ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ആ പടുതാക്കുളത്തിലെ പടുതായ്ക്കകത്തോട്ട് കുളത്തിൻ്റെ അകത്തോട്ട് പടുത മടക്കിയിട്ടിട്ട് പണിക്കാരെ നിർത്തി മണ്ണ് വെട്ടി മൂടിക്കോളാനും പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു രീതിയിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് വളരെ വളരെ പോസിറ്റീവായിട്ട് മാതാവിൻ്റെ ശക്തമായ ഇടപെടലും കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടി. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ള നിയോഗം, എനിക്ക് മദ്യപാനം എന്നുള്ളൊരു ദുശീലം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പുകവലി ഉണ്ടായിരുന്നു. ഈ നിർത്തണം എന്ന് പലതവണ ആഗ്രഹിക്കുമ്പോഴും കുറച്ച് നാൾ നിർത്തും, പിന്നെ കുറച്ച് എന്നേൽ ഒരു ചെറിയ സാഹചര്യങ്ങൾ, ഒരു നെഗറ്റീവ് എന്തെങ്കിലും തോന്നുമ്പോൾ വീണ്ടും അത് തുടങ്ങും, പിന്നെ അത് കുറച്ച് നാൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, പിന്നെ നിർത്തും. ഇങ്ങനെയായിരുന്നു. ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ ദുശീലം എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ മാതാവ് എനിക്ക് കൃപ തന്നു. പിന്നെ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ നിയോഗം, ഞാൻ വീട്ടിൽ ഈ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്നേലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു കാരണമില്ലാതെ ഞങ്ങൾ തമ്മിൽ ഞാനും അമ്മയായിട്ട് എപ്പോഴും വഴക്കുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യങ്ങൾക്കായിരിക്കും ഈ വഴക്കുണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നതെന്ന് പലപ്പോഴും വഴക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാകാതെ പലതവണ ദുഃഖിച്ചിട്ടുണ്ട്. ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്താണേലും ഇപ്പം ഞങ്ങളുടെ ഭവനം വളരെ സമാധാനത്തിനും സന്തോഷത്തിലുമാണ് പോകുന്നത്. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ ഒരു സാധാരണ എയ്ഡഡ് സ്കൂളിലായിരുന്നു. അവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്തൊന്നും നല്ല സ്കൂളിൻ്റെ വണ്ടികൾ വരാറില്ലായിരുന്നു. പുതിയ വീടും പുതിയ സൗകര്യങ്ങളും മാതാവ് തന്നു കഴിഞ്ഞപ്പോൾ അവരെ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന കട്ടപ്പന ഒരു നല്ല സ്കൂളിലേക്ക് പിള്ളേരുടെ വിദ്യാഭ്യാസം മാറ്റാനും അങ്ങനെ മനസ്സിന് സന്തോഷകരമായ രീതിയിൽ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടും മാതാവ് ഉയർത്തി. ഏലത്തോട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്തരം വിളവുകൾ കിട്ടാനും അതുവഴി സാമ്പത്തിക ഞെരുക്കങ്ങളൊന്നും ഇല്ലാതെ കുടുംബ ഭദ്രതയോടെ കൊണ്ടുപോകാനും സാധിച്ചു. പിന്നെ ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പെനുവേൽ ഇമ്മാനുവൽ ആശ്രമം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ എല്ലാ ദിവസവും 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ മദ്യപാനികൾക്ക് വേണ്ടി ധ്യാനമുണ്ട്. ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും, ഞാൻ അവിടെ ധ്യാനത്തിന് പോയിട്ടുള്ള ആളാണ്, ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും കൂട്ടുകാരെയെല്ലാം എൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അവരെ ധ്യാനത്തിന് കൊണ്ടുപോയി. അവിടെ പോയി ധ്യാനത്തിന് പോകാൻ മിക്കവാറുമുള്ള മദ്യപാനികൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും. അവിടെ ഞാൻ എൻ്റെ നിയോഗം സമർപ്പിച്ച് മദ്യപാനികളെ കൊണ്ടുപോയി അവിടെ ധ്യാനം കൊടുക്കുക, അവരുടെ സാമ്പത്തിക ചിലവുകളെല്ലാം നോക്കുകയും പിന്നെ തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുമാനത്തിൻ്റെ 10-1 ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും ഞെരുക്കങ്ങളിലും ഉള്ള വരുമാനത്തിൻ്റെ 10-1 ഞങ്ങൾ ദശാംശം കൊടുക്കും. ഒന്നെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അർഹതയുള്ള എന്ന് തോന്നുന്ന മാതാവ് കാണിച്ചു തരുന്ന ആർക്കെങ്കിലും ദശാംശം കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ദശാംശവും കൂടെ കൊടുത്ത് തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം. അതുകൂടാതെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുവാനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്ന വ്യക്തിയായിരുന്നു. അത് എടുത്തു കഴിഞ്ഞും എല്ലാ ദിവസവും നന്നായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ, കുറച്ച് ദിവസങ്ങളിലൊക്കെ 1-2 ദിവസം മുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാലും ഏറ്റവും നല്ല രീതിയിൽ പള്ളി പോകുവാനും അതും കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് 2 വയസ്സുള്ള എൻ്റെ പെങ്കൊച്ചു മുതൽ എല്ലാ ദിവസവും പള്ളി വരുന്ന ആളായിരുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഉള്ളൊരു സാഹചര്യം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. ജീവിതത്തിൽ ഇത്രയേ അധികം സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്ന കൃപാസന മാതാവിനും ദൈവകുമാരനും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലും മാതാവ് കൈവച്ചു. ഞാൻ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കിയാലെന്ന് ചിന്തിച്ച ആളായിരുന്നു. നമ്മൾ നടക്കിയാല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യമാണോ അതായിരിക്കും മാതാവ് ഏറ്റവും ആദ്യം നടത്തി തരുന്നതെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വർഷങ്ങളധികം പ്രാർത്ഥിച്ച് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും 30 ദിവസം കൊണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അത്രയധികം വർഷങ്ങളുടെ ഗ്യാപ്പ് മാതാവിൻ്റെ ഉടമ്പടി ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് കൊണ്ട് വന്ന് നിസ്സാര സമയം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തിൽ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇനിയുള്ള കാലവും മാതാവിനും തിരുക്കുമാരനും
അതീതനായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്കു കൊടുക്കുന്നു. ഈ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 26, 22 തിരുവചനം. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വചനഭാഗം ഇസഹാക്ക് കിണർ കുഴിക്കുവാനായി വളരെയധികം ഒരുപാട് കിണറുകൾ കുഴിച്ച് ഏറ്റവും അവസാനം ഒരു നല്ല കിണർ കുഴിച്ച് അതിൽ വളരെയധികം വെള്ളമുണ്ടായപ്പോൾ അവൻ്റെ കൂട്ടുകാരും സഹോദരങ്ങളൊന്നും വഴക്കുണ്ടായില്ല എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇസഹാക്ക് വളരെയധികം പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ പരാജയത്തിൽ നിന്ന് വിട്ടുമാറിയ അദ്ദേഹം അവസാനത്തേതായി വീണ്ടും വീണ്ടും കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ റഹോബാത്ത് എന്ന് പറയുന്ന ഒരു കിണർ അദ്ദേഹം കുഴിക്കുന്നത്. ഇവിടെ ജോബിൻ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ പരാജയങ്ങളെല്ലാം അദ്ദേഹം ഇപ്പോൾ തന്നെ പറയുകയായിരുന്നു, 30 ദിവസത്തിനുള്ളിലാണ് ഒരുപാട് നാൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരുന്നത് വെറും 30 ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം പലതും സാധ്യമായി കിട്ടിയിരുന്നതെന്ന്. അതിനെല്ലാം കാരണം ഈ പരാജയപ്പെട്ട് അതിനോട് പൊരുത്തപ്പെടാമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു പുതിയ പദ്ധതിയിലേക്ക് അദ്ദേഹം കടന്നു വന്നത് ഉടമ്പടി പദ്ധതി സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്ക് വിശ്വസിക്കാം, പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടിയിൽ നാം ചുവടുവെച്ച് തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ നമ്മോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു അനുഭവം നമുക്കുണ്ടായിരിക്കും. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി അനങ്ങി തുടങ്ങിയാൽ നിങ്ങൾ വിട്ടുകളയരുത് എന്ന്. നമ്മളെ സാമീപ്യമായും മാതാവിൻ്റെ പ്രസൻസ് നമുക്കുണ്ടാകുന്നു. ഒരുപക്ഷെ മഴവില്ലിലോ സുഗന്ധാഭിഷേകത്തിലോ ഒക്കെ പരിശുദ്ധ അമ്മ നമുക്ക് വളരെയധികം സാമീപ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മിറക്കിൾസ്, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത. 23 ഭാഷകളിലേക്കാണ് ഇന്ന് ഉടമ്പടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈശോ ഓടി നടന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വലിയ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജോബിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. വഴിയില്ല, നല്ലൊരു വീടില്ല, വെള്ളമില്ല. ഈ എല്ലാ അവസ്ഥകളും ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പടിപടിയായി എല്ലാം വ്യത്യാസം വന്ന് വലിയൊരു ജീവിത മാർഗം, ജീവിത ലൈഫ് സ്റ്റൈൽ തന്നെ അദ്ദേഹത്തിന് മാറിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യം ദുശീലങ്ങളുണ്ടായിരുന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അതെല്ലാം മാറി കുടുംബത്തിൽ ക്രമസമാധാനം കൈവന്നു. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുമൊക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ്. തനിക്കുണ്ടായിരുന്ന അതുപോലെ തന്നെയുള്ള ദുശീലങ്ങളുള്ള മക്കളെയെല്ലാം ധ്യാനിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിലേക്ക് അദ്ദേഹം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും ദുശീലങ്ങളുള്ള എല്ലാ മക്കളെയും യുവാക്കളെയും സഹോദരങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കണ്ണീരിനെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കൃപാസന മാതാവിനും ദൈവകുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് പ്രിൻസൺ. മറ്റൂർ ഇടവകയാണ്, അങ്കമാലിക്കടുത്തുള്ള മറ്റൂർ ഇടവക. ഞാൻ മെയിനായിട്ട് 2 സാക്ഷ്യമാണ് പറയുന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവും ദൈവകുമാരനും തന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് 2 സാക്ഷ്യങ്ങൾ പറയാനാണ് അനുവാദം തന്നിരിക്കുന്നത്. ഞാൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. 2010 ഞാൻ ലണ്ടനിൽ പോയത്. നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിൽ പോയത്. അപ്പോൾ IELTS OET ക്കും പലപ്പോഴുമായിട്ട് എഴുതി, പക്ഷേ രജിസ്ട്രേഷനായിട്ടുള്ള സ്കോർ എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു. പിന്നീട് കെയറായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ 2 വർഷം മുമ്പ് OET അത് IELTS ഇല്ലാതെ തന്നെ 1 വർഷം അവിടെ വർക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ളൊരു നിയമം അവിടെ വന്നു. അപ്പോൾ ഞാൻ പിന്നീട് ഫ്രണ്ട്സെല്ലാം പറഞ്ഞതനുസരിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ 13 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഇതുമായിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ മെയിൻ മാനേജർ ഇംഗ്ലീഷുകാരാണ്, രണ്ടാമത്തെ മാനേജർ
ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയും. ആൾ ഒരു ആഫ്രിക്കക്കാരിയാണ്. അപ്പോൾ മെയിൻ മാനേജർ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിരുന്നു. പക്ഷേ ആഫ്രിക്കക്കാരി എനിക്ക് സപ്പോർട്ട് തന്നിരുന്നില്ല. ആൾ പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് റെഫറൻസ് തരുന്നവരെ കൂടി മുടക്കിച്ച് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത് തന്നിരുന്നില്ല. പിന്നീട് ഏകദേശം 1 വർഷത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. അപ്പോൾ മാനസികമായിട്ട് വളരെ തളർന്നിരുന്നു. അവസാനം ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1 വർഷം മുൻപ് ഇവിടെ വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇതിൽ പോകാറുണ്ട്, ഇവിടെ കയറാറുണ്ട്. എങ്കിലും എങ്ങനെ ഉടമ്പടി എടുക്കണം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പോകും എന്നല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് ഇതുപോലെ ഒരു ചേച്ചി ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി മേളിലോട്ട് പോകാനും പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്ന് വൈഫ് ഉടമ്പടി എടുത്തു, ഞാൻ എടുത്തിരുന്നില്ല. എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പ്രകാരം ഉപ്പും തേനും എണ്ണയും കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു ദിവസം നേരത്തെ പോയി ആ ഉപ്പിട്ട് എനിക്ക് തടസ്സം നിന്നിരുന്ന ആഫ്രിക്കക്കാരി മാനേജറുടെ ആ ടേബിളിൻ്റെ അടുത്തും എൻ്റെ ഓഫീസിലും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടനെ ഏകദേശം 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ മാനേജർ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാനേജറില്ല, പുതിയ മാനേജർ അവിടെ നിയോഗിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒത്തിരി സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ പല സ്ഥലത്തേക്ക് അയച്ചിരുന്നു. HR-ൻ്റെ അടുത്തോട്ടും എൻ്റെ ഓഫീസിലും പല സ്ഥലങ്ങളിലേക്ക് ഞാൻ അയച്ചിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് എനിക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മെയിൻ HR മാനേജറും അവിടുത്തെ ഒരു ടീമും എന്നെ വിളിപ്പിച്ചു. വീണ്ടും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇതിന് മുൻപ് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഒറിജിനലല്ല, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ബാച്ചിലുള്ളവർ, എൻ്റെ ജൂനിയേഴ്സ് പലർക്കും ജോലി അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു 90% ആളുകളും ബാംഗ്ലൂർ പഠിച്ചവരാണ്. അപ്പോൾ ആ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പല കാരണങ്ങൾ എന്നോട് പറഞ്ഞ് അതുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഞാൻ പെട്ടെന്ന് അവരെന്നെ മീറ്റിങ്ങിന് വിളിച്ചു. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോയി അവരെ കാണിച്ചു. അവർക്ക് പിന്നീട് അത് കാണണ്ട, അവർക്ക് അത് വിശ്വാസമായി. പിന്നീട് അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് എൻ്റെ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, അവിടുത്തെ സീനിയേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടി റെഫറൻസും കാര്യങ്ങളൊക്കെ തന്ന് ഉടനെ തന്നെ പിന്നീട് NMC എന്ന് പറയും, രജിസ്ട്രേഷൻ്റെ സ്ഥലമാണ് NMC, അവിടെ കോൺടാക്റ്റ് ചെയ്തു. അവർ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ തന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം 1987 ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1992 എൻ്റെ ഫാദർ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടയ്ക്കണം. നമ്മൾ എല്ലാ വർഷം ആരെങ്കിലും പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടയ്ക്കും. അപ്പോൾ ഒരു 2-3 വർഷം മുൻപാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥലത്തിന് പോക്കുവരത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന്. അത് ചെയ്താലാണ് സ്ഥലം നമ്മുടെ പേരിലാകത്തുള്ളൂ. പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫീസുകളിൽ കൂടെ വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞു. അവർ അവിടെ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ അപേക്ഷ വെച്ചു. കഴിഞ്ഞ 1 വർഷം മുൻപാണ് അപേക്ഷ വെച്ചത്. 40 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് അവർ എന്നെ അറിയിച്ചത്. പിന്നീട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ. അവരപ്പോൾ പറഞ്ഞു തഹസിൽദാറിൻ്റെ അടുത്ത് പോകണം, അവിടെ നിന്ന് ഹിയറിങ്ങിന് വിളിക്കും. അപ്പോൾ ഞാൻ അവരുടെ ടേബിളിൽ നോക്കുമ്പോൾ ഏറ്റവും മേലിരിക്കുന്ന ആ പേപ്പർ, അപേക്ഷ ഫോം അവരെ തൊട്ടിട്ടില്ല. അതിനകത്ത് 1-2 പേപ്പറുകളില്ല എന്ന് പറഞ്ഞാണ് അത് മുടക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി. അവിടെ നിന്നും തഹസിൽദാർ വീണ്ടും വില്ലേജ് ഓഫീസിൽ വരണം. അങ്ങനെ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നീട് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നഴ്സിങ്ങിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ വൈഫിനോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഈ ഉപ്പിന് ശക്തിയുണ്ടെങ്കിൽ ഇന്ന് ഇത് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പും പുകലിട്ടുകൊണ്ട് പോയി. എന്നിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അവരുടെ ടേബിളിൽ ബുക്ക് എടുക്കാൻ പോണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടു. അവിടെ നിന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. വില്ലേജിലെ ഓഫീസർ സ്ഥലം അളക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചുറ്റിച്ചു. പക്ഷേ സ്ഥലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു.
ആള് പിന്നെ പലരെയും വിളിച്ചു, പല ഓഫീസേഴ്സിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായി കുറച്ച് മാറി നിന്ന്. ഞാൻ സ്ഥലത്തിലും കൊണ്ടുപോയി ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആൾ എന്നോട് പറഞ്ഞു ശരിയാവത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ആൾ ഫോണൊക്കെ വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തായാലും വണ്ടി കയറ്. ഞാനപ്പോൾ വണ്ടിയായിട്ട് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ പോയി. ആൾ പോയിട്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി, പലയിടത്തും പോയി അപേക്ഷ വെച്ചു. വീണ്ടും അപേക്ഷ വെക്കണമെന്ന് അവർ പറയുന്നു. എന്നെ കുറേ ചുറ്റിക്കളിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ പോക്കുവരുത്ത് എന്ന് പറയുന്ന സംഭവം, അതായത് 38 വർഷം ആയിട്ട് ചെയ്തിട്ടില്ലാത്ത കാര്യം പെട്ടെന്ന് അവരെ എനിക്ക് ചെയ്തു തന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത് കാരുണ്യ പ്രവർത്തികളാണ്. ഇവിടുത്തെ പത്രം ഞാൻ UK കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പള്ളിയിലും അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പ്രയർ മോർണിംഗിൽ എല്ലാ ദിവസവും യൂട്യൂബിലുണ്ട്, രാവിലെയും വൈകിട്ടും പ്രയറുണ്ട്. അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അത് കാണാറുണ്ട്, വൈകിട്ടും കാണാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കും. അങ്ങനെ ഒരു പുതിയ ശീലത്തിലേക്ക് കുറച്ച് സമയങ്ങൾ, ഒത്തിരി സമയം വായിച്ചില്ല എങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും ബൈബിൾ വായിക്കാൻ വേണ്ടി കണ്ടെത്താറുണ്ട്. പിന്നെ വാട്സപ്പ്, അതുപോലെ തന്നെ ഇമെയിൽ, അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം മാതാവിൻ്റെ, എൻ്റെ ഫോട്ടോ എല്ലാം മാറ്റിയിട്ട് മാതാവിൻ്റെ ഫോട്ടോസ് ആക്കി, കൃപാസന മാതാവിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ പ്രൊഫൈലിലൊക്കെ മാതാവിൻ്റെ ഫോട്ടോസാണ്. അങ്ങനെയും ഞാൻ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. സങ്കീർത്തനം 139:17. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. പ്രിൻസിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രിൻസ് പറയുന്നത് ഉടമ്പടിയിലൂടെ അദ്ദേഹം ഒത്തിരിയേറെ കറങ്ങി, ജനങ്ങൾ വഴി, ഉദ്യോഗസ്ഥർ വഴി ഒത്തിരി ചുറ്റിച്ച് പല സ്ഥലങ്ങളിൽ. ഒന്ന് ILTS വേണമെന്ന് പറഞ്ഞു, അധികം 1-2 തവണ എഴുതിയിട്ടത് കിട്ടിയില്ല. അവസാനം അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് ഗവൺമെൻറ് അത് ഇല്ലാതെ ജോലിയിലേക്ക് എടുക്കത്തക്ക ഒരു തീരുമാനം പരിശുദ്ധമ്മ എടുപ്പിച്ചു. അങ്ങനെ അതിന് ഇൻ്റർവ്യൂ നടത്തുകയും അതിന് ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തുന്ന സമയത്ത് അദ്ദേഹം നേർച്ച വസ്തുക്കളായ ഉപ്പിൻ്റെ ശക്തിയാണ് അദ്ദേഹം പറയുന്നത്. ഉപ്പ് കൊണ്ടുവന്ന് അവിടെ ഇട്ടു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ആ ജോലി വളരെയധികം ഈസിയായിട്ട് ഭാരം കുറച്ചു കൊടുത്തു. ഭാരപ്പെട്ടിരുന്നതാ, ചുറ്റും നടന്നു വളരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ ക്ലേശങ്ങൾ സഹിച്ച് അദ്ദേഹം ഭാരപ്പെട്ടിരുന്നത് ലഘൂകരിച്ചു കൊടുത്തു മാതാവ്. അതിനുശേഷം പറയും 38 വർഷം ഒരു സ്ഥലത്തിൻ്റെ പോക്കുവരവ് നടത്താനായി അദ്ദേഹം മനുഷ്യരാൽ ക്ലേശിക്കപ്പെട്ടെന്ന്. അപ്പോഴും അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, എനിക്ക് അമ്മ ചെയ്തു തരുമെന്ന്. അവസാനം തഹസിൽദാരുടെ അടുത്ത് പോകണമെന്നും പേപ്പർ വർക്കുകൾ പലരിടത്തടുത്ത് ചെല്ലണമെന്നെല്ലാം വില്ലേജ് ഓഫീസർ പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ ഉപ്പിൻ്റെ ശക്തി ഇന്ന് കാണിക്കും. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പിൻ്റെ ശക്തി ഇന്ന് കൊണ്ടുവന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥൻ്റെ മേശയിലിരുത്തപ്പോൾ ഒരിക്കലും തരില്ല, കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് ടൈം ഷോട്ട് ഇട്ട് കൊടുത്തമ്മ ശക്തനായവൻ എന്ന് വൻ കാര്യം ചെയ്തു കൊടുത്തു. പരിശുദ്ധമ്മ അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ ഭാര്യയുടെ മുൻപിൽ ലജ്ജിക്കാൻ ഇടവരുത്തിയില്ല. അല്ലെങ്കിൽ ഭാര്യ പറയുമായിരുന്നു, ഓ നിങ്ങളുടെ ഉപ്പിൻ്റെ വില മനസ്സിലായെന്ന്. അവിടെ പരിശുദ്ധമ്മ ഇദ്ദേഹത്തെ കുറവാക്കിയില്ല, അവിടെ അമ്മ നിറവാക്കി കൊടുത്തു. അന്ധകാരമുള്ളിടത്ത് പ്രകാശമായിട്ട് മാറിയത് പരിശുദ്ധമ്മ ചെയ്യുന്ന പ്രവർത്തികളാണ്. ഉടമ്പടി ജീവിതം മനോഹരമാക്കി ഭദ്രമാക്കി വിശ്വാസത്തോടുകൂടി ജീവിച്ചപ്പോൾ ഈ 2 കാര്യവും പ്രിൻസിന് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴി കൊടുത്തതാണെന്ന്.
പ്രേക്ഷിത പ്രവർത്തനവും ദിവ്യബലിയും വചനവായനയിലും മാറ്റം സംഭവിച്ചു, പുതിയതായി മാറി. ഉടമ്പടി ജീവിതം പുതിയതായി മാറണം. പുതിയ വ്യക്തികൾക്കാണ് പുതിയ അത്ഭുതം പ്രവർത്തിക്കുന്നത്. പരിശുദ്ധമ്മ മാറ്റമില്ലാതിരുന്നാൽ അതിൽ ഒരു വിജയവും ഉണ്ടാകില്ല. വചനം വായിച്ച് നിങ്ങൾ മാറണം. ആന്തരിക അവയവങ്ങളെ വിശുദ്ധീകരിക്കുന്ന വചനവായനയാണ്. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഉള്ളു വിശുദ്ധീകരിക്കാനാണ് വചനം വായിക്കാൻ പറഞ്ഞത്. നിങ്ങൾ ഈ വചനം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും. അങ്ങനെ പുതിയ വ്യക്തികളായി മാറാൻ സാധിക്കും. ഇങ്ങനെ ഉടമ്പടിയിൽ പുതിയ ജീവിതം നയിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പുതിയ വ്യക്തികളായി മാറാം. അവിടെ അമ്മ ഇടപെട്ടോളും. നിങ്ങളൊന്നും വിഷമിക്കേണ്ട. ഈ വ്യക്തികളിലൂടെ, ഈ പ്രിൻസിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന ഇതാ, അദ്ദേഹത്തിന് കൊടുത്ത ഈ 2 കാര്യവും വൻ കാര്യങ്ങൾ തന്നെയാണ്. ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് കാനായിലെ കല്യാണ വിരുന്നിലെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഇദ്ദേഹത്തെ വിജയകരമായി രക്ഷിച്ചെന്ന് നമ്മളോട് പറയുകയുണ്ടായി. അതിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറയാം. നമ്മൾക്ക് കരങ്ങളടിച്ച് ഈ നിയോഗം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലയ ബിജു. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് ഇടവകയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ആദ്യമായി തന്നെ ഞാൻ എൻ്റെ കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഒരുപാടധികം നന്ദി പറയുകയാണ്. ഇന്ന് ഈ ആൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം അത്രയധികം അത്ഭുതങ്ങളാണ് മാതാവിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടുക എന്നുള്ളത്. ഈ പ്രാവശ്യം 2025 അധ്യയന വർഷത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. നല്ല പാടായിരുന്നു. കേരള സിലബസാണ്. കെമിസ്ട്രി ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുണ്ടായിരുന്ന വിഷയം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ അതിൻ്റെ അകത്ത് എഴുതണം എന്നെനിക്ക് അറിയില്ലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് പകുതിയോളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുവരെയായിട്ടും കാണാത്ത ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ അതിനെങ്ങനെ ഉത്തരം എഴുതണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണത്. അപ്പോൾ അമ്മ എനിക്ക് അമ്മയുടെ കാശ് രൂപം പോക്കറ്റിലിട്ട് തന്നു. അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ പുരട്ടി തന്നു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോളിലേക്ക് കയറിയത്. പേപ്പർ കണ്ടപ്പോൾ ശരിക്കും കരയാനാണ് വന്നത്. കാരണം ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അത് കൂടാഞ്ഞിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതിൻ്റെ. അപ്പോൾ രണ്ടും കൂടി എനിക്ക് ടെൻഷനായിട്ട് എന്ത് എഴുതണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ അതുമായിട്ട് പഠിച്ച് എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കാശ് രൂപത്തിൽ തൊട്ട് ആ പേപ്പറെ കുരിശ് വരച്ച് ഞാനത് ക്ലാസ്സിലൊരു സിസ്റ്ററായിരുന്നു നിന്നത്. സിസ്റ്ററിന് അത് കൊടുത്തു. അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അന്നേരത്തേക്ക് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ കാശ് രൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൈറ്റ് ഓപ്പണായി. എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു. ഞാൻ എന്നിട്ട് അതിനകത്തേക്ക് എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു. ഓപ്പണായി വന്നപ്പോൾ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കെമിസ്ട്രി എക്സാം എനിക്ക് എന്ത് എഴുതണമെന്ന് അറിയില്ലാണ്ട് ഞാൻ കുറേ എന്തൊക്കെയോ എഴുതി വെച്ച ഒരു പേപ്പറായിരുന്നു. അതിനൊക്കെ എനിക്ക് നല്ല മാർക്കോടുകൂടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇനി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ IELTS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. 2 മാസത്തോളം ഞാൻ ക്ലാസ്സിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 14-ാം തീയതി ഡേറ്റ് എടുത്തു. അപ്പോൾ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയത് ജൂൺ 12-ാം തീയതി ആയിരുന്നു. ആ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള ഒരു ടൈമായിരുന്നു. അപ്പം ഞാൻ ഈ സ്പീക്കിങ്ങിന് വേണ്ടി എനിക്ക് വൈകുന്നേരത്തെ സ്ലോട്ടാണ് കിട്ടിയത്. ഞാൻ അവിടെ കോട്ടയത്താണ് സെൻറ്റർ. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് വരെയുള്ള ആൾക്ക് വരെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ലാപ്പ് മുഴുവനും ഹാക്കായിപ്പോയി.
എന്താണെന്നറിയില്ല, നെറ്റ് സ്ലോ ആയി, അവർക്ക് അങ്ങോട്ടേക്ക് കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഇന്നെന്തായാലും നടത്താൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, അടുത്ത ദിവസം പിന്നെ ഒരു ഡേറ്റ് മാറ്റി നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി താഴെ വരെ എത്തിയപ്പോൾ, അപ്പോൾ ഞാൻ അന്നത്തെ പരീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് രൂപമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹോളിലേക്ക് കയറ്റുള്ളൂ. താഴെ എത്തിയപ്പോഴത്തേക്കും അവരെന്നെ തിരിച്ചു വിളിച്ചു, വേറൊരു മാമിനെ കൊണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. IELTS എക്സാമിൻ്റെ അകത്ത് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ഈ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ. എന്നിട്ട് എനിക്ക് വേറൊരു മാമാണ് അന്ന് എടുത്തു തന്നത്. അതുപോലെ തന്നെ ഞാൻ 14-ാം തീയതി ഈ റൈറ്റിങ്ങും ബാക്കി മൊഡ്യൂൾസിനെല്ലാം പോയപ്പോൾ ഇതുപോലെ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഓരോ എക്സാമും ഓരോ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തത്. അതുപോലെ തന്നെ അന്നത്തെ അനുദിന പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്നായിരുന്നു. അപ്പം ഞാൻ ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോ ഉത്തരം എഴുതുമ്പോഴും പരിശുദ്ധാത്മാവ് ഞാനിത് എഴുതുവാണ് എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഞാൻ അവസാനം തീർന്നപ്പോൾ അത് കുരിശ് വരച്ചു, പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് 6.5 ബാൻഡാണ് മാതാവ് തന്നത്. എനിക്ക് 6 മതിയായിരുന്നു. ആ സ്ഥലത്താണ് എൻ്റെ മാതാവ് എനിക്ക് 6.5 ബാൻഡ് തന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബാൻഡായിരുന്നു അത്. എന്നെക്കാളും നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് പലരും ആ എക്സാമിനുണ്ടായിരുന്നു. അവർക്കൊന്നും കൊടുക്കാത്തൊരിത് മാതാവ് എനിക്ക് തന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സാക്ഷിയാണ്, എനിക്ക് എബ്രോഡ് പോയി പഠിക്കണം എന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു വീട്ടിൽ, പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് UK പോയി പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ് തൊട്ട് ഞാൻ അതിന് വേണ്ടി റിസർച്ച് ചെയ്ത് തുടങ്ങിയതാണ്. ഓരോ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും ഓരോന്നും എടുത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുള്ള 5 യൂണിവേഴ്സിറ്റികളിലാണ് ഞാൻ കൊടുത്തത്. കൊടുത്ത ഉടനെ 5 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ആപ്ലിക്കേഷൻ സബ്മിറ്റായി എന്ന് പറഞ്ഞു വന്നു. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല. അവസാനം ഞങ്ങളുടെ മാർച്ച് ഫൈനൽ എക്സാമിൻ്റെ സമയമായി. ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തിനു പോകുന്നു തീരുമാനിച്ചു. ക്ലാസ്സിലെല്ലാവരും പറയുവാണ് അവരതിന് പോകുന്നു, ഈ യൂണിവേഴ്സിറ്റി പോകുന്നു. എനിക്ക് മാത്രം പറയാനൊന്നുമില്ല. ഞാൻ പറയുന്നു ആലോചിച്ചിട്ടില്ല ഇതുവരെയായിട്ടെന്ന്. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതിന് ഞങ്ങൾ 19-ാം തീയതി ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ പരീക്ഷ തീരുന്നത് 19-ാം തീയതിയാണ്. 18-ാം തീയതി രാത്രി ഞങ്ങളായപ്പോഴത്തേക്കും ഞങ്ങൾ ആലോചിച്ചു, നാളെയാണ് 19-ാം തീയതി, ഇതുവരെയായിട്ട് ഒരു നീക്കം പോലും വന്നിട്ടില്ല, ഇനി ഇവിടെ എന്ത് മിറാക്കിൾ നടക്കാനാണെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ മെയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് വന്നിരിക്കുകയാണ് പിറ്റേ ദിവസത്തേക്ക്. ഞാൻ 19-ാം തീയതിയിലത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ ഒരാഴ്ചക്കുള്ളിൽ റെസ്പോൺസ് അയക്കുമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും വന്നില്ല. ഞാൻ അവർക്ക് തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ചു. അവരത് കണ്ടിട്ട് പോലും റിപ്ലൈ തന്നില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ തന്നെ കോൺടാക്ട് നമ്പറിൽ അവരെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ റിജക്റ്റായി, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കിട്ടില്ല, കാരണം നിങ്ങളിപ്പോൾ +2 പാസ്സായതാണുള്ളൂ, നിങ്ങളുടെ കയ്യിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയായിപ്പോയി. കാരണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടുകാർക്ക് എന്നെ പഠിപ്പിക്കാനുള്ള ഫണ്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല ബാങ്കിൽ നിന്ന്, കാരണം ഓൾറെഡി വീട് ലോണിൽ വെച്ചിരിക്കുകയാണ്. ഇനി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ലോൺ തരില്ലെന്ന് ബാങ്കുകാർ പറഞ്ഞു. കയ്യിലൊരു 10,000 രൂപ പോലും എടുക്കാനില്ലാതെയാണ് എൻ്റെ അപ്പനും അമ്മേനെ പഠിപ്പിക്കാൻ പറഞ്ഞത്. അതും എന്നെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നിട്ട് വേറെ യൂണിവേഴ്സിറ്റികളിൽ കൊടുത്തു. ഫണ്ടിങ് അവർ വാങ്ങിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഞാൻ 2-3 യൂണിവേഴ്സിറ്റികളിൽ കൊടുത്തു. അവിടെ നിന്നൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു. ഇൻ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാൻ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ അന്നേരത്തേക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാശ് രൂപം പിടിച്ച്, മാതാവേ, ഇതാണ് എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ്, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഈ സെപ്റ്റംബർ ഇൻടേക്കിന് എനിക്ക് കയറി വരണമെങ്കിൽ ഈ 2 കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തന്നെ എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കയറിയത്. എന്ത് ഞാനത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അവരെന്നോട് എന്ത് ചോദിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ മലയാളം സംസാരിക്കുന്ന പോലെ വളരെ ഫ്ലൂയിഷായിട്ടാണ് ഇംഗ്ലീഷ് അവരോട് സംസാരിച്ചത്.
ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച എനിക്ക് ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ ക്യാൻസലായി പോകാനുള്ള കാരണം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ഇതിൽ നിന്നാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അവരതിന് ശേഷം ഒരാഴ്ചക്കുള്ള റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, തിരിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, മാതാവേ, ഞാൻ ഇത്രയും നിന്നോട് പ്രാർത്ഥിച്ചു, നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, എൻ്റെ ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടപാടെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയായി പോയി. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊടുത്ത 2ാമത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് വന്നു. അടുത്ത ദിവസമാണ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിന് വലിയ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാണ് പങ്കെടുത്തത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റി കിട്ടി, ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ അതിന് പങ്കെടുത്തത്. പക്ഷേ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ മാതാവിനോട് ഒരു യൂണിവേഴ്സിറ്റി ചോദിച്ച സ്ഥലത്ത് മാതാവ് എനിക്ക് 2 യൂണിവേഴ്സിറ്റി തന്നാണ് അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഫീസ് കൊടുക്കാനും പിന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കാനായിട്ടുള്ള ഫണ്ടില്ലായിരുന്നു, ലോൺ കിട്ടത്തില്ലായിരുന്നു. ബാങ്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു. ഇത്ര വരെ എത്തിച്ച മാതാവ് എനിക്ക് ഇനിയുള്ള വഴിയും കാണിച്ചു തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. എൻ്റെ അമ്മയും അമ്മച്ചിയും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്കൊരു 3rd പാർട്ടി ഫണ്ടിങ് കിട്ടി. അതുവഴി ബാക്കി പൈസ എല്ലാം ശരിയാക്കാൻ പറ്റി. പിന്നെ അതുമാത്രമല്ല, വിസ പ്രോസസ്സിങ് ആണെങ്കിൽ പോലും ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് എടുത്തത്. അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് വിസ ഒരു 15 ദിവസത്തിനുള്ളിൽ വരുന്ന സാധനം എനിക്ക് 5 ദിവസത്തിനുള്ളിലാണ് വന്നത്. അവിടെയൊക്കെ മാതാവിനെ ഒരുപാടധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിസയ്ക്കൊക്കെ നമുക്ക് ഒരുപാടധികം പൈസയുടെ ആവശ്യമുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ പൈസ എടുക്കാനില്ലായിരുന്നു. അപ്പോൾ മാതാവ് പലരുടെയും രൂപത്തിലൂടെ ഞങ്ങളെ സഹായിച്ചു. ഓരോരുത്തരും നമ്മൾ അവരുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ അവരൊരു മടിയും കൂടാതെ നമുക്കത് തന്നു. അതിപ്പോൾ ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവരുടെയും രൂപത്തിൽ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഇതിലും ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പീരിയഡ്സ് വരുമ്പോൾ ഭയങ്കര പെയിനാണ്, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും, അതുപോലെ തന്നെ തല കറങ്ങാൻ വരും, എൻ്റെ പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവായിരുന്നു. അന്നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല, ചുറ്റുമുള്ള ഒന്നും കാണാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര വയറുവേദനയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയാണ് ആ ഒരു സമയത്ത്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടാണ് എനിക്കിങ്ങനെ വേദന സ്റ്റാർട്ട് ചെയ്തത്. അന്നേരമൊക്കെ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്ന സമയമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു 3-4 മാസം മുമ്പ് എൻ്റെ അമ്മയോട് പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ, അന്നേരം എനിക്ക് പീരിയഡ്സ് ആയിരുന്ന സമയമായതുകൊണ്ട് എനിക്ക് വേദന കാരണം ഈ ആൾത്താരയിലൊന്ന് അവിടെ വരുന്ന അടുത്ത് പോലും വന്ന് മാതാവിൻ്റെ മുഖം കാണാൻ പറ്റിയില്ല. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്ക് വേദന കാരണം ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിരിക്കുകയോ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഈ വേദന എങ്ങനെയാലും നീ മാറ്റി തന്നെ, ഇനി എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി പഠിക്കാനുള്ളതാണ് മാതാവേ, എങ്ങനെയാലും നീ എന്നെ സൗഖ്യപ്പെടുത്തണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പിന്നെ എനിക്ക് ഇതുവരെ ഒരു വേദനയും ഉണ്ടായിട്ടില്ല. എൻ്റെ പ്രഷർ നോർമലാണ്. എപ്പോഴും പീരിയഡ്സ് ആകുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. നോർമലായിട്ട് നമ്മൾ സാധാരണ ദിവസത്തെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ പീരിയഡ്സ് ഡേയിലും. മാതാവാണ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നത്. എൻ്റെ മാതാവിന് തിരുക്കുമാരന് ഞാൻ ഒരുപാടധികം നന്ദി പറയുന്നു. ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കും, പിന്നെ ഞാൻ IELTS ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു ഞാൻ ഈ പത്രം. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കൂടി തീരുമാനിച്ച കുറേ പേർക്ക് ഇങ്ങനെ ഡ്രസ്സ് പിരിച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ ഡ്രസ്സ് ഞാൻ കുറേ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ പിന്നെ നമ്മൾ അനാഥാലയത്തിലേക്ക് പോവുകയും ഞാനും എൻ്റെ അനിയത്തിയും ചേച്ചിയൊക്കെ കൂടി കളക്ട് ചെയ്ത് വെച്ച പോക്കറ്റ് മണിയൊക്കെ വെച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി അവരുടെ അടുത്ത് പോവുകയും അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുകയും അവരെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറിനടുത്ത് ബൈബിൾ വായിക്കാറുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ദേവകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 8-ാം തിരുവചനം.
പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോൻ്റെ വടി മുളപൊട്ടി പൂത്ത് തളിർത്തു, ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ മറ്റുള്ളവരെല്ലാം പിറുപിറുത്തപ്പോൾ മോശ ചെയ്ത ഒരു ടെസ്റ്റായിരുന്നു. എല്ലാവരുടെയും ഉണക്ക കമ്പുകൾ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഹറോൻ്റെ വടി മാത്രം പൂത്തു തളിർത്ത് അതിൽ ബദാം കായ്കൾ കായ്ച്ച് പുഷ്പിച്ച ഒരു വലിയ സംഭവം നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ സാധിക്കും. നമ്മുടെ ഏത് ഉണങ്ങിയ അവസ്ഥയിലും ഏത് ഇല്ലായ്മയിലും ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു മഹാസൗഭാഗ്യമാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. നാം ഉടമ്പടി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം, ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നമുക്ക് പ്രാപിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന്, നമ്മുടെ ശൂന്യമായ സീറോ മെറിറ്റിൽ നിന്ന് കൃപ നിറച്ച് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ, ഭൗതികവും ആധ്യാത്മികവുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധ അമ്മ ഈ മകളെ കൈപിടിച്ച് ഉയർത്തിയത്. ഇനിയും മകൾക്ക് എവിടെ ചെന്നാലും ഉടമ്പടി ജീവിതമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്ന് മകൾ ഏറ്റുപറയുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പഠിക്കുന്ന എല്ലാ കുട്ടികളെയും, ജീവിതത്തിൽ അസ്വസ്ഥതകളുള്ളവരെയും, മക്കളെ പഠിപ്പിക്കാനായി കഷ്ടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച്, നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനീറ്റ മരിയ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ മാസത്തിലാണ്. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ അറിയാൻ മേലാതെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. കേട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്, പക്ഷേ വ്യക്തമായി എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഉടമ്പടി എടുത്തു, നിയോഗങ്ങൾ സമർപ്പിച്ചു. ആദ്യത്തെ എൻ്റെ നിയോഗമായിരുന്നു +2 കഴിഞ്ഞ് എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം, UK പോകണമെന്ന്. അതുതന്നെ ഞാൻ ആദ്യ നിയോഗം വെച്ചു. അങ്ങനെ ഞാൻ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയെങ്കിലും എൻ്റെ UK സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ആവുന്നുണ്ടായിരുന്നില്ല. എല്ലാം അഡ്മിഷൻ കിട്ടും, ഓഫർ ലെറ്റർ വരും, പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവുകയില്ല. ലോണിൻ്റെ കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്കിനും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു വർഷം എൻ്റെ വെറുതെ പോയി. ഞാൻ പിന്നെയും അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. വീണ്ടും അടുത്ത കോളേജിലേക്ക് അപ്ലൈ ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. 1 ഇയർ അങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ കൃത്യമായി ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് എന്തെങ്കിലും എനിക്കിത് കിട്ടും എന്ന് ഞാൻ വിശ്വസിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ മാൾട്ടയെ പറ്റി കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനിയും UK നോക്കിയിരിക്കാതെ അവിടേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയപ്പോഴും ഞാൻ ഇവിടെ വന്നു. അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയ്ക്ക് എനിക്ക് ടോക്കൺ ലഭിച്ചിരുന്നു. അച്ഛൻ തന്ന ലോകറ്റും ഉടമ്പടി കാശുരൂപവും തൈലവും തേനും ഉപ്പും ബൈബിളും എല്ലാം തന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് വരെ ഞാൻ നന്നായി പറഞ്ഞെങ്കിലും ലാസ്റ്റ് ഞാൻ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് തെറ്റിച്ചു. അവരപ്പം തന്നെ പറഞ്ഞു റോങ് ആൻസർ ആണെന്ന്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഇത് കിട്ടില്ല എന്ന്. പക്ഷേ പിറ്റേന്ന് തന്നെ രാവിലെ എനിക്ക് മെസ്സേജ് വന്നു, ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് എന്ന്. അത് മാതാവിൻ്റെ വലിയൊരു കരുതലാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെ VFSന് ഡേറ്റ് എടുക്കണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തികമായ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും മാതാവ് എല്ലാത്തിനും ഒരു വഴി കണ്ടുപിടിച്ച് തന്നു. VFSലെ ഡേറ്റ് കിട്ടി. ഞങ്ങൾ വിസയ്ക്ക് വെക്കാൻ പോയപ്പം കുറച്ച് കുട്ടികളെ പരിചയപ്പെട്ടു. അവരെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായത് വലിയൊരു അത്ഭുതമായിരുന്നെന്ന്. അവർക്ക് എല്ലാവർക്കും 3rd അറ്റംപ്റ്റിലും 4th അറ്റംപ്റ്റിലാണ് കിട്ടിയത്. എനിക്ക് മാത്രമായിരുന്നു ആ കൂട്ടത്തിൽ ഒരു 7 പേരിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത്. ഞാനപ്പോൾ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് മാത്രമായിരിക്കും എനിക്കത് കിട്ടിയത്, മാതാവ് തന്നെ നൽകിയതാണെന്ന്. പിന്നീട് വിസ വരാനായിട്ട് ഒരുപാട് ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഏജൻസിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംബസി ഇൻ്റർവ്യൂ വരും, പ്രിപ്പയർ ആവണം, ചിലപ്പോൾ കിട്ടില്ല, റിജക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട് എന്ന്. ഞാൻ മാതാവിൻ്റെ അടുക്ക പ്രാർത്ഥിച്ചിരുന്നു. 3 വർഷത്തോളമായി +2 കഴിഞ്ഞിട്ട്. ഇപ്പം എനിക്കിനി എംബസി ഇൻ്റർവ്യൂ വന്ന് ഇത് റിജക്ഷൻ ആയാൽ വീണ്ടും 1 ഇയർ പോകും. അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒന്നും വരല്ലേ മാതാവേ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ അന്നവിടെ പരിചയപ്പെട്ട കുട്ടികൾക്ക് ആർക്കും തന്നെ വരല്ലേ, എല്ലാവർക്കും വിസ ലഭിക്കണേ. എല്ലാവരും 2 പേര് എന്നെപ്പോലെ തന്നെ 3 വർഷം ആയതായിരുന്നു. അപ്പോൾ അവർക്കും ഇപ്പോൾ കൂടെ നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ 2 പേർക്ക് ഇൻ്റർവ്യൂ വന്നു, എനിക്ക് വന്നില്ല ഇൻ്റർവ്യൂ. മാതാവ് എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ വരില്ല എന്ന്. എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, നിനക്ക് വരില്ല. അതുപോലെ തന്നെ എനിക്ക് 90 ദിവസമായിട്ടും എൻ്റെ വിസ വന്നില്ലായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം പോലും ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് പോലും വന്നില്ല ഇൻ്റർവ്യൂ ഉണ്ട് എന്ന്.
വിസ വരാൻ ലേറ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും ടെൻഷനായി. മാതാവേ, ഇനി റിജക്ഷൻ ആയിരിക്കുമോ വിസ വരുമ്പം, എന്ത് ചെയ്യുക, എനിക്കറിയാൻ പാടില്ല, 3 വർഷമായി, ഇനി 1 ഇയർ കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉറപ്പുണ്ട് എനിക്ക് മാതാവ് തരും. എന്നോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് നീ ഇങ്ങനെ കൃപാസനത്തിൽ പോയിട്ട് നിനക്ക് പോകാൻ പറ്റുന്നില്ല, ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന്, 1 ഇയറായി 2 ഇയറായി നിനക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും, ഞാനൊരു ദിവസം പോകും, മാതാവ് എനിക്ക് തരുമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിലുണ്ട്. മാതാവ് വിസ കിട്ടുമെന്ന് എന്നെ 2 പ്രാവശ്യം സ്വപ്നത്തിൽ കാണിച്ചു തന്നിരുന്നു. പിന്നെ ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അച്ഛൻ എനിക്കൊരു കൊന്ത നൽകിയിട്ട് ഇത് മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പറ്റുന്നത്രയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. 4ഉം 5ഉം പ്രാവശ്യമൊക്കെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ വഴിയിലിരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 5 പൊതി 6 പൊതി അങ്ങനെയാണെങ്കിലും കൊണ്ടു കൊടുക്കും. മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണും. വീടിനടുത്ത് കുറച്ച് മാറി ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം മേടിക്കും. അത് ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും ടൗണിലൂടെ നടന്നുമൊക്കെ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. ഞാൻ മാത്രമേ ക്രിസ്ത്യൻ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഹിന്ദുസും മുസ്ലിംസും ആണ്. ഞാൻ എല്ലാവർക്കും കൊണ്ട് മാതാവിൻ്റെ കാശുരൂപം കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താവശ്യം വന്നാലും പ്രാർത്ഥിക്കണം, മാതാവ് ഉപേക്ഷിക്കത്തില്ല. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. എന്ത് പരീക്ഷ ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എന്നോട് പറയും, നീ പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, നീ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം എന്ന് പറയും. ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ബൈബിള് വായിക്കും 1/2 മണിക്കൂർ. ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം മുടങ്ങാതെ ഞാൻ കൂടാറുണ്ട്. അഥവാ ലൈവിൽ കൂടാൻ പറ്റിയില്ലെങ്കിലും ആ ആഴ്ചയിൽ തന്നെ ഞാനത് കൂടി തീർക്കാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അനീറ്റയുടെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾക്ക് വിദേശത്തേക്ക് പോകാനായി ഇൻ്റർവ്യൂ ലെറ്റർ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. വിസ വളരെ വൈകി വന്നതിൻ്റെ ഒരു വലിയ വിഷമത്തോടു കൂടിയുള്ള ഒരവസ്ഥയിൽ നിന്ന് വിശ്വാസം എങ്ങനെയാണ് കാത്തുപരിപാലിച്ചതെന്നും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും മറ്റുള്ളവർക്ക് എങ്ങനെയാണ് താൻ പ്രഘോഷിച്ചെന്നുമായിരുന്നു ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെയധികം അനുഭവിക്കുവാനും അതുപോലെ തന്നെ എനിക്ക് മെറിറ്റ് ഇല്ല, ഞാൻ 0 മെറിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ലാംഗ്വേജോ എൻ്റെ പ്രസൻസോ എൻ്റെ സാമർഥ്യമോ ഒന്നും തന്നെയല്ല, കൃപയാണ് എന്നിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിലേക്ക് ഈ മകൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. ഈ മകൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂ പാസ്സാകാൻ കഴിഞ്ഞിട്ടും 2 വർഷക്കാലം ഈ വിസ ലേറ്റ് ആകുന്ന ലാഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചപ്പോൾ ജോസഫച്ചൻ്റെ ഭാഷയിൽ, ജോസഫച്ചൻ്റെ ബൈബിൾ റിഫ്ലക്ഷനാണ്, 60 മേനി കൊയ്തെടുക്കുന്നവരാണ്, മറ്റുള്ളവർക്കെല്ലാം ലഭിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഈ 60 മേനി കൊയ്യുന്നവർ പറയുന്നൊരു ഉത്തരമാണ് പ്രത്യാശ എന്നുള്ളത്, വിശ്വാസം. 30 മേനി കൊയ്യുന്നവർ വിശ്വാസവും 60 മേനി കൊയ്യുന്നവർ പ്രത്യാശയും 100 മേനി കൊയ്യുന്നവർ ഈശോയോടുള്ള സ്നേഹം. ഈശോയോടുള്ള സ്നേഹത്തിലെത്തുമ്പോൾ ഇനി എനിക്കൊന്നും വേണ്ട, ഈശോ മാത്രം മതിയെന്നാണ്. പ്രത്യാശയിലേക്ക് എത്തുന്നവരാണ് അച്ഛൻ പറയുന്ന ഉദാഹരണം 60 മേനി കൊയ്തെടുക്കുന്നവർ. മറ്റുള്ളവർക്കെല്ലാം ഈശോ കൊടുത്താലും എനിക്കുള്ളത് കിട്ടും എന്നുള്ള ഒരു വലിയ പ്രത്യാശയെക്കുറിച്ചാണ് അച്ഛൻ 60 മേനി കൊയ്തെടുക്കുമെന്ന് പറയുന്നത്. ഇവിടെ അനീറ്റ 60 മേനി കൊയ്തെടുത്ത ഒരു വലിയ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത്. അതുപോലെ തന്നെ സ്വന്തം അനുഭവങ്ങളെല്ലാം മറ്റുള്ളവർ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ തനിക്കുള്ള ഒരു വിശ്വാസവും വിശ്വസ്തതയുമാണ്. നിങ്ങൾക്ക് എന്തും സാധിക്കും, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക, ഈശോയിൽ നിന്ന് പരിശുദ്ധം എല്ലാം വാങ്ങിത്തരും. സമാരിയ സ്ത്രീയെ പോലെ പറയുകയാണ്, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, നിന്നെ സമാരിയ സ്ത്രീ അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ സ്വയം ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ മിശിഹായെ കണ്ടു എന്നുള്ള വലിയ ഒരു അനുഭവമാണ് സമാരിയ സ്ത്രീ പറഞ്ഞത്. ഇവിടെ അനീറ്റയ്ക്കും പറയാനുള്ളത് അത് തന്നെയാണ്, ഞാൻ ഈശോയെ അനുഭവിക്കുന്നു, നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ പ്രഘോഷണം ഈ മകൾ നടത്തുന്നത്. ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായി തയ്യാറായി വന്നിരിക്കുന്നു. പഠിക്കുകയും പഠനത്തിൽ ബുദ്ധിമുട്ടുകയും വിസ കാത്തിരിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കയ്യടിയോടെ സമർപ്പിക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീജ സന്തോഷ്, ഇതെൻ്റെ മകൾ ഏഞ്ചൽ മേരി സന്തോഷ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു.
ദൈവാനുഗ്രഹത്താൽ 2ാം തവണയാണ് ഞാൻ ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതിനുവേണ്ടി എന്നെ ഒരുക്കിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ആദ്യമായി ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യുകയാണ്. എനിക്ക് പാലക്കാട് ട്രാൻസ്ഫർ വന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാത്രം ട്രാൻസ്ഫർ ഇങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ ഒത്തിരി കണ്ണുനീരോട് കൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 2020 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പോയതിന് ശേഷം 3 മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ കുട്ടികൾ 5 പേർക്കും ട്രാൻസ്ഫറായി. എനിക്ക് മാത്രം ട്രാൻസ്ഫർ വന്നില്ല. ഞാൻ മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു. അന്ന് ആ രാത്രി തന്നെ 5 മണിക്ക് മുൻപ് തന്നെ എനിക്ക് മാത്രം ട്രാൻസ്ഫർ മെയിലായിട്ട് ഓർഡർ വന്നു. ഇത് വെറും മാതാവിൻ്റെ പ്രവൃത്തിയാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം മാതാവ് നീല ഫയലും പിടിച്ച് നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് ആരും അറിയാതെ മെയിലായിട്ട് എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നത്. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് 12 വർഷമായി എൻ്റെ ഈ 2 കൺപോളുകളിലും സെബേഷ്യസ് സിസ്റ്റ് ഉണ്ടായിരുന്നു. 3-4 ഡോക്ടേഴ്സിന് മാറി മാറി കണ്ടായിരുന്നു. അവർ പറഞ്ഞു കോസ്മെറ്റിക് സർജറി ചെയ്താൽ മാത്രമേ അത് മാറിപ്പോവുകയുള്ളൂ, അല്ലെങ്കിൽ അതവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 12 വർഷം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനത്തെ റുട്ടീനായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അറിയാതെ തന്നെ ആ സെബേഷ്യസ് 2ഉം അപ്രത്യക്ഷമായി. അത് പോയതിന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിത് മനസ്സിലാക്കുന്നത് അത് മാറിപ്പോയെന്ന്. അല്ലാതെ ഞാൻ ഉറക്കളച്ചാലോ കരഞ്ഞാലോ എൻ്റെ പോളിങ്ങനെ വീർത്തു വരും, മറ്റുള്ളവർ ചോദിക്കുകയും ചെയ്യും. പക്ഷേ ദൈവനാമത്താൽ ദൈവമഹത്വത്തിനായി എനിക്ക് ആ രോഗസൗഖ്യം തമ്പുരാൻ തന്നു. പിന്നെ 3-ാമതായി എൻ്റെ മകൾ ഏഞ്ചൽ മേരി ബിഫാമിന് പഠിക്കുകയായിരുന്നു. അവൾ 5 സെം എക്സാം എഴുതിയതിൽ 3 സപ്ലി അവൾക്ക് ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനിയുള്ള എക്സാമിന് അവൾക്ക് സപ്ലി കൂടാതെ എക്സാം പാസ്സാവണം. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ദൈവാനുഗ്രഹത്താൽ 5 സെം കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റ് 6, 7, 8 സെമ്മിലും ഒരു സപ്ലി പോലും ഇല്ലാതെ എൻ്റെ മകൾ ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെ മധ്യസ്ഥയിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി. പിന്നെ അവൾക്ക് വിദേശത്ത് പോയി ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഏജൻസിയെ സംബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന മാതാവിൻ്റെ മുദ്രാവാക്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു മോൾക്കൊരു മെറിറ്റുമില്ല, ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, അവർ സ്വീകരിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകൾക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവഇഷ്ടത്താൽ അത്ഭുതമെന്നേ പറയേണ്ടു. സമയചുരുക്കത്തിൻ്റെ അമ്മ എത്രയും ഞാനത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഞങ്ങൾ പോലും അറിയാതെ അവളുടെ എല്ലാ പേപ്പേഴ്സും എല്ലാവരേക്കാളും മുൻപേ നീക്കുകയും അവൾക്കെല്ലാം ശരിയായി വന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് വരികയും ഈ സെപ്റ്റംബർ മാസം 12-ാം തീയതി അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് പോലും ഒരുക്കുകയും ചെയ്തു. ഇത് മാതാവിൻ്റെ പ്രത്യേകം ഒരു മധ്യസ്ഥയിൽ ഈശ്വരനാഥൻ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. അവളുടെ ആഗ്രഹം ഏറ്റവും പൂർത്തിയാക്കി ഞാൻ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിതപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മുടെ മേടിച്ചു കൊണ്ടുപോയ പത്രം പള്ളികളിലും ആശുപത്രികളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡുകളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു. ചിലരിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായാലും ഞാൻ മാതാവിനത് കാഴ്ചവെച്ച് ഈശോയെ അറിയിക്കാനായിട്ടുള്ള ഉടമ്പടിയിൽ പങ്കുചേരുമായിരുന്നു. പിന്നെ രോഗികൾക്ക് ഫുഡ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നതിനും ഞാൻ പരിശ്രമിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരികളെയും എൻ്റെ അയൽവക്കക്കാരെയും ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ വിശുദ്ധ കുർബാനയിൽ ദിവസവും പങ്കെടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരുന്നു. ഞാൻ ആ ട്രാൻസ്ഫർ പോയതിന് ശേഷം മാത്രം എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. ഒത്തിരി വേദനയോടുകൂടി ഞാൻ ഈശോയോട് സമർപ്പിച്ചപ്പോൾ ദൈവാനുഗ്രഹത്താൽ എനിക്കത് ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നു. കുമ്പസാരിക്കുമായിരുന്നു, 2 ആഴ്ചക്കുള്ളിൽ കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ പ്രാർത്ഥനയിലൊന്നും കൂടെ ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചു. ഇതെല്ലാം ഇത്രയും അനുഗ്രഹം തന്നെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ 26:3-4 തിരുവചനങ്ങൾ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഷീജ സന്തോഷ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ പ്രതിസന്ധികളിലാണ്
പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയത്. സഹോദരി 4 പ്രത്യേക കാര്യങ്ങളാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. ആദ്യത്തേത്, സ്ഥലമാറ്റത്തിന് വേണ്ടി 4 മാസമായി പരിശ്രമിച്ച് നടക്കാതിരുന്നത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ച് കിട്ടിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. 12 വർഷത്തിലേറെയായി കണ്ണിലുണ്ടായിരുന്ന ഒരു സിസ്റ്റ്, അതേറെ അസ്വസ്ഥതയും ക്ലേശങ്ങളും മകൾക്ക് നൽകിക്കൊണ്ടിരുന്നത്, അത് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയതിലൂടെ പൂർണ്ണമായും മാറിക്കിട്ടി സൗഖ്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം മകള് BPharm പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് അവസാന വർഷത്തേക്ക് എത്തുമ്പോൾ പല വിഷയങ്ങളും മകൾക്ക് സപ്ലി ഉണ്ടായിരുന്നു. അവസാന വർഷത്തെ പരീക്ഷകൾ സപ്ലി ഇല്ലാതെ ജയിക്കുന്നതിനും കോഴ്സ് നന്നായി പൂർത്തീകരിക്കുന്നതിനും വേണ്ടി ഈ അമ്മ മകൾക്ക് വേണ്ടി പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. മകൾക്ക് യാതൊരു ക്ലേശവുമില്ലാതെ ഏറ്റവും പ്രയാസമുള്ള അവസാന വർഷവും അതോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സപ്ലികളും എല്ലാം എഴുതിയെടുത്ത് കോഴ്സ് പാസ്സാകുവാൻ അമ്മ മാതാവിലൂടെ മകൾക്ക് അനുഗ്രഹം ലഭിച്ചതിനെ ഈശോയുടെ മുമ്പിൽ സന്തോഷത്തോടെ നന്ദി പറയുന്നു. മറ്റൊന്ന്, വിദേശത്ത് പഠിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ അത് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഏജൻസി ഒത്തിരി നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്, സപ്ലികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. എന്നാൽ അത് അത്ഭുതകരമായി മകളുടെ ആപ്ലിക്കേഷൻ അത് നന്നായി പ്രോസസ്സിങ്ങിന് പോവുകയും വിദേശത്ത് തുടർ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ മകൾക്ക് ഒരുങ്ങിക്കിട്ടുകയും ചെയ്തു. അതിൻ്റെ സന്തോഷമാണ് 4മതായിട്ട് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അമ്മ മാതാവ് കരങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് തിരുക്കുമാരന് കൊടുത്ത് നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തത, ഉടമ്പടി ജീവിതത്തിൽ നാം പുലർത്തുന്ന ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ അതിനെ അംഗീകരിക്കുകയും നമുക്ക് ജീവിത അനുഗ്രഹങ്ങൾ അനുവദിച്ചു തരികയും ചെയ്യുന്നു. ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ദൈവസന്നിധിയിൽ നിന്ന് ഒരു അനുഗ്രഹം ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം, ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്തം, വിശുദ്ധിയോടുകൂടി ദൈവത്തെ പകർന്നു കൊടുക്കുവാനുള്ള വിശ്വാസം പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് നാം ഏതൊരു നിയോഗത്തെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം ജീവിതത്തോട് ചേർത്ത് ഓർക്കേണ്ടത്, നാം ഒരു നിയോഗം ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്തം ദൈവം നമുക്കത് അനുഗ്രഹമായി നൽകുമ്പോൾ ആ അനുഗ്രഹം നിലനിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ജീവിതത്തിൽ നമുക്ക് തീരുമാനമുണ്ടാവണം. അനുഗ്രഹം നേടിയിട്ട് ദൈവത്തെ മറക്കുകയോ ആത്മീയതയിൽ കുറവ് വരുത്തുകയോ ചെയ്താൽ അത് കാര്യം കാണുവാൻ വേണ്ടി മാത്രം നാം ദൈവത്തെ കബളിപ്പിച്ചതിന് തുല്യമായി തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കബളിപ്പിക്കലുകൾക്കും കൗശലങ്ങൾക്കും ഇടമില്ല. ഇന്നലെ അറിയുന്നവൻ നാളെയെ കാണുന്നവൻ ഇന്ന് നാം എന്തായിരിക്കുന്നുവോ അത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്നും ഒരു കൃപ, ഒരു അനുഗ്രഹം തേടുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ നവീകരിക്കുവാൻ, വിശുദ്ധീകരിക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന ഓർമ്മ വേണം. അവിടെയാണ് ദൈവാനുഗ്രഹം നമുക്ക് നിലനിൽക്കുന്നതാവുക. നമുക്ക് ലഭിക്കുന്നതൊക്കെയും അനുഭവിക്കുവാനുള്ള സന്തോഷവും ആയുസ്സും ശ്രേയസ്സും നമുക്കെപ്പോഴും തമ്പുരാൻ നൽകുകയും ചെയ്യുക. അമ്മ മാതാവ് ഈശോയോട് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്